IFPHന്റെ 1985 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുൻപ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് ഡോക്ടർ ജോളി ജനാർദ്ദനൻ DHMS, ഗവൺമെന്റ് ഹോമിയോ ആശുപത്രി തൃശ്ശൂരിലെ മുൻ സൂപ്രണ്ട്, ISKയുടെ ടീച്ചിങ് ഫാക്കൽറ്റി, മറ്റ് സംഘടനകളിൽ വിവിധ വിഷയങ്ങളിൽ ക്ലാസ്സുകളും എടുത്തിട്ടുള്ള വ്യക്തിത്വം, 43 വർഷത്തിലധികം ചികിത്സാ പരിചയം. തൈറോയിഡ്, പാരാതൈറോയിഡ് രോഗങ്ങളിൽ ഭക്ഷണത്തിന്റെ പ്രാധാന്യം എന്ന വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നതിന് ജോളി ഡോക്ടറെ ആദരപൂർവ്വം സ്നേഹപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഡോക്ടറെ ആരംഭിക്കാം. നമസ്കാരം. ഏറ്റവും പ്രിയപ്പെട്ട അറിയാമോ ഡോക്ടർ അറിയാമോ മാഡം ശൈലാജി ഇത് വന്നില്ല. ഓ പിന്നെ നമ്മുടെ ധനേഷ് ഡോക്ടർ, നമ്മുടെ ഈ ഗ്രൂപ്പ് ഇവിടെ ക്ലാസ്സിൽ എത്തിയിരിക്കുന്ന മറ്റുള്ള എല്ലാ ഡോക്ടർമാർക്കും നമസ്കാരം. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ഡോക്ടർ ചോദിച്ചിരുന്നു പാരാതൈറോയിഡിനുള്ള ഭക്ഷണക്രമങ്ങൾ ചോദിച്ചിരുന്നു ഡോക്ടർ. അപ്പോ ഇതിൽ പറ്റൂലേ? അപ്പോ ഇതില് ക്ലിയർ ആവണുണ്ടല്ലോ അല്ലേ? ഇത് മതിയാവില്ല. അപ്പോ അന്ന് നമ്മള് ഹൈപ്പർ തൈറോയിഡിസവും ഹൈപ്പോ തൈറോയിഡിസത്തിന്റെയും ഭക്ഷണക്രമങ്ങളാണ് പറഞ്ഞത്. അതില് എന്തെങ്കിലും സംശയം എന്തെങ്കിലും ആരും പിന്നെ അധികം ചോദിച്ചിരുന്നില്ല. ഹൈപ്പർ ആൻഡ് ഹൈപ്പോയില് നമ്മളവിടെ അയോഡിനാണ് നമ്മൾക്ക് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അയോഡിൻ അത് ഹൈപ്പറും ഹൈപ്പോയിലും അയോഡിന്റെ ഭക്ഷണക്രമമാണ് നമ്മൾ പറഞ്ഞത് അല്ലേ? ഇവിടെ നമ്മള് പാരാതൈറോയിഡിസം തൈറോയിഡ് എന്ന് പറയുമ്പോ പാരാതൈറോയിഡ് ഹോർമോൺ അത് ഇതുവരെ ക്ലാസ് എടുത്തിട്ടില്ല, നേരെ ഭക്ഷണക്രമത്തിലോട്ടാണ് വന്നത്. ഈ പാരാതൈറോയിഡ് ഹോർമോൺ എന്ന് പറയുമ്പോൾ അതൊരു 4 ചെറിയ ചെറിയ നോഡ്യൂള് പോലത്തെ ഹോർമോണാണ്. തൈറോയിഡിന്റെ പോസ്റ്റീരിയർ ആസ്പെക്ട്സിൽ ഒരു ബട്ടർഫ്ലൈ പോലെ ഇരിക്കണതിന്റെ ആ വിടർന്ന പോലത്തെ ഭാഗങ്ങളിൽ 4 സ്ഥലത്ത് ചെറിയ നോഡ്യൂൾസ് ആണ്. അവരെന്താണ് ഉൽപ്പാദിപ്പിക്കുന്നത്? പാരാ തൈറോയിഡ് ഹോർമോൺ അല്ലേ? പാരാതൈറോയിഡ് ഹോർമോൺ. നമ്മൾ എപ്പോഴും തൈറോയിഡിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. കാരണം എപ്പോഴും എന്ത് പറയുമ്പോഴും തൈറോയിഡ് തൈറോയിഡ് എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ പാരാതൈറോയിഡിനും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ റോൾ നമ്മളുടെ തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ പോലെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം എന്താണ് പാരാതൈറോയ്ഡ് ഹോർമോൺ? PTH അല്ലെ? പാരാതൈറോയ്ഡ് ഹോർമോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ കാൽസ്യം, ഫോസ്ഫറസ്, വൈറ്റമിൻ ഡി ഇവയെ 3നെയും പ്രത്യേക രീതിയിൽ നിയന്ത്രിച്ചു നിർത്തി ശരീരത്തിൻ്റെ വളരെയധികം പ്രവർത്തനങ്ങളെ ഒരുമിപ്പിക്കുന്ന ഒരു ഹോർമോണാണ് പാരാതൈറോയ്ഡ് ഹോർമോൺ. പാരാതൈറോയ്ഡ് ഹോർമോൺ നമ്മൾ അധികം എടുക്കാത്താണ്. നമുക്ക് ക്ലാസ്സിൽ പോലും നമ്മൾ ഇത്രയും വിശദമായിട്ട് പഠിക്കാത്ത ഒരു ഹോർമോണാണ് പാരാതൈറോയ്ഡ് ഹോർമോൺ. പക്ഷേ നമ്മൾ പാരാതൈറോയ്ഡ് ഹോർമോണിനായിട്ട് ചികിത്സിക്കണില്ല, അല്ലെങ്കിൽ പാരാതൈറോയിഡിനായിട്ട് നമ്മൾ എന്തുകൊണ്ട് ചികിത്സിക്കുന്നില്ല? നമ്മൾ അതിന് വലിയ ഇമ്പോർട്ടൻസ് ഇതുവരെ കൊടുക്കുന്നില്ല. എന്നാലോ ഇതിന്റെ സിംറ്റംസിന് നമ്മൾ വളരെയധികം മരുന്നുകൾ കൊടുക്കുന്നുണ്ട്. കാൽസ്യം ആൻഡ് ഫോസ്ഫറസ് ആണ് ഇവർ നിയന്ത്രിക്കുന്നത്. അപ്പൊ കാൽക്കേരിയം ഫോസ് എന്ന് പറയുന്ന നമ്മളുടെ ഹോമിയോ മരുന്ന് ഇത്രയും വൈഡ് റേഞ്ച് ആക്ഷൻ വരണമെന്നുണ്ടെങ്കിൽ അവിടെ തൈറോയിഡിന്റെ പ്രവർത്തനങ്ങളുടെ പ്രശ്നങ്ങൾക്കാണ് നമ്മൾ മരുന്ന് കൊടുക്കുന്നത്.
കാൽക്കേരിയ പോസ്, കാൽക്കേരിയ കാർബ്, മാക്പോസ്, മാക്കാർബ്. അങ്ങനെ ഇവിടെ ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. നമ്മൾ വളരെ സാവധാനമേ പറയുള്ളൂ. കാരണം ഇത് വളരെ ഡെപ്ത് ഉള്ളതും മനസ്സിലാക്കാൻ പ്രയാസമുള്ളതുമായ ഒരു ടോപ്പിക്കാണ്. കാരണം ക്വയറ്റ് ന്യൂ ആണ്. അതുകൊണ്ട് വളരെ സാവധാനം മനസ്സിലാവുന്ന വിധത്തിലേ പറയുള്ളൂ. അപ്പോൾ നമ്മൾ പാരാതൈറോയ്ഡ് എന്ന് പറയുന്ന ആ പാരാതൈറോയിഡിന്റെ ഹോർമോണാണ് പാരാതൈറോയ്ഡ് ഹോർമോൺ, അല്ലെ? പാരാതൈറോയിഡിന്റെ ഹോർമോണാണ് പാരാതൈറോയ്ഡ് ഹോർമോൺ. അപ്പൊ അതിലെന്താണ് ശരിക്കും സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഈ പാരാതൈറോയ്ഡ് ഹോർമോൺ ഉണ്ടെങ്കിൽ, അതായത് അതിന്റെ കുറവാണ് ആദ്യത്തെ പ്രശ്നം. അതിന്റെ കുറവൊക്കെ വരുമ്പോഴാണ് കാൽസ്യം കുറയുന്നത്. കാൽസ്യം കുറയുന്നത് കൊണ്ടാണ് മസിൽ ക്രാംസ് വരുന്നത്, കോച്ചിപ്പിടുത്തം, വളരെയധികം വേദനകൾ, എല്ലുവേദന. ഇതെല്ലാം നമ്മൾ പാരാതൈറോയിഡിന്റെ പ്രശ്നമാണെന്ന് പോലും അറിയാതെയാണ് നമ്മൾ മാക്ഫോസ്. ക്രാംസിന്റെ ഏറ്റവും നല്ല മരുന്നാണ്. ഇവിടെ മെഗ്നീഷ്യം ഇല്ലാതെ ഒരു കാര്യവും നടക്കൂല, കാൽസ്യം ഇല്ലാതെ ഇവിടെ ഒരു കാര്യവും നടക്കൂല, ഫോസ്ഫറസ് ഇല്ലാതെ ഒരു കാര്യവും നടക്കൂല, വൈറ്റമിൻ ഡി ഇല്ലാതെ ഈ പാരാതൈറോയിഡിന്റെ ഒരു ഫംഗ്ഷനും ഈ തൈറോയ്ഡ് ഹോർമോൺ ഇല്ലാതെ നടക്കൂല. അപ്പൊ നമ്മളെല്ലാം അറിയാതെ തന്നെ ക്രാംസുകൾ, കാല് വലിച്ചു പിടുത്തം, കാലിന്റെ എല്ല് പൊളിച്ചില്, അങ്ങനെയാണ് സാധാരണത്തെ വേർഡ്, എല്ല് പൊളിച്ചില്, അങ്ങനെ പല പല ശരീരത്തിന്റെ പേശി പിടിച്ചു വലിക്കല്, ഇതൊക്കെ നമ്മള് ഇതെന്താണെന്ന് ഡെപ്തിൽ പോവാതെ തന്നെ നമ്മള് കാൽസ്യം പോസ്, കാൽക്കേരിയ പോസ് അത്രയും സൂപ്പർ മരുന്നാണ് ക്രാംസുകൾക്കൊക്കെ. പക്ഷെ നമ്മള് പലപ്പോഴും അത് അറിയുന്നില്ല, ഇത് പാരാതൈറോയ്ഡ് ഹോർമോണിന്റെ ഡെഫിഷ്യൻസി ആണെന്ന്. അപ്പൊ നമ്മൾ ആദ്യം പാരാതൈറോയ്ഡ് ഹോർമോണിന്റെ ഡെഫിഷ്യൻസി എന്താന്ന് നോക്കാം. പാരാതൈറോയ്ഡ് ഹോർമോൺ കുറഞ്ഞാൽ എന്തു പറ്റും? ഒരു പാരാതൈറോയ്ഡ് ഹോർമോൺ ഒരാളുടെ ശരീരത്തിൽ കുറയാണ്. അപ്പോ എന്താണ് അവിടെ ഉണ്ടാവുന്ന പ്രശ്നം എന്താണ്? എന്നാലല്ലേ നമുക്ക് ഭക്ഷണക്രമം പറയാൻ പറ്റുള്ളൂ. പാരാതൈറോയ്ഡ് ഹോർമോൺ കുറയുന്നു. ഇപ്പൊ നമ്മുടെ തൈറോയ്ഡ് ഹോർമോൺ T3 T4 അത് കുറഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാവും നമുക്കറിയാം. ക്ഷീണം, തളർച്ച, വല്ലാത്ത പ്രശ്നങ്ങൾ. അതുപോലെ പാരാതൈറോയ്ഡ് ഹോർമോൺ കുറയുമ്പോൾ ഈ പാരാതൈറോയ്ഡ് ഹോർമോൺ ആണ് കാൽസ്യം വലിച്ചെടുക്കുന്നത്. എവിടെ നിന്നൊക്കെയാണ് കാൽസ്യം വലിച്ചെടുക്കാൻ പറ്റുന്നത് നമ്മൾക്ക്? ഒന്ന്, ഭക്ഷണത്തിൽ നിന്നുള്ള കാൽസ്യം, അല്ലേ? ഭക്ഷണത്തിൽ നിന്നുള്ള കാൽസ്യം അടങ്ങിയ ഒത്തിരി ഭക്ഷണങ്ങളുണ്ട്, അല്ലെ? കാൽസ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അത് ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കണം. പാല്, തൈര്, മുട്ടയുടെ വെള്ള, പിന്നെ എല്ലാത്തരം പാലുൽപ്പന്നങ്ങളും, ചീസ് എന്നൊക്കെ പറയും. ഈ ഫോറിൻ കൺട്രീസിലൊക്കെ ഈ പാലില് കുറെ കാൽസ്യവും വൈറ്റമിൻ ഡി ഒക്കെ ചേർത്തിട്ടാണ് നമ്മൾക്ക് കിട്ടുന്നത്. നമ്മുടെ ഇവിടത്തെ പോലെ ഇവിടെ ഇപ്പൊ ചേർക്കേണ്ടെന്ന് തോന്നുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ഈ ഫോർട്ടിഫൈഡ് എന്ന് പറഞ്ഞാൽ, ഫോർട്ടിഫൈഡ് എന്ന് പറയും ഭക്ഷണ സാധനങ്ങളെ, ചില ഭക്ഷണ സാധനങ്ങൾ. ഈ ഫോർട്ടിഫൈഡ് എന്ന് പറഞ്ഞാൽ അതിലുള്ളത് കൂടാതെ കുറെ സാധനങ്ങൾ അതിൽ ചേർക്കണ സാധനങ്ങൾ. അതായത് ഇപ്പൊ ഒരു പാലിനെ മാത്രമായിട്ട് നമ്മൾ ഫോർട്ടിഫൈഡ് എന്ന് പറയൂല. പിന്നെ എന്തിനാണ് നമ്മൾ ഫോർട്ടിഫൈഡ് എന്ന് പറയുന്നത്? പാലിനെ എടുത്തിട്ട് അതിൽ കുറച്ച് കാൽസ്യവും കുറച്ച് ഫോസ്ഫറസും കുറച്ച് വൈറ്റമിൻ ഡിയും ഒക്കെ കൂടി ചേർത്ത്, അതായത് നമ്മൾ സമ്പുഷ്ടം എന്ന് പറയും അതിനെ. ശരിക്കും മലയാളത്തിൽ അതിന്റെ വാക്ക് എന്താന്ന് വെച്ചാൽ സമ്പുഷ്ടമാക്കിയ എന്ന് പറയും. അതാണ് ഈ ഫോർട്ടിഫൈഡ്. പക്ഷെ ഈ സമ്പുഷ്ടമാക്കിയ സാധനങ്ങൾ സാധാരണ ഒന്നിനും കൊള്ളൂല എന്നാണ് ശരിക്കുള്ള തിയറി. കാരണം അത് അതിൻ്റെതായ ഫോമിൽ വലിച്ചെടുക്കാനല്ലാണ്ട് സമ്പുഷ്ടമാക്കിയവ പ്രശ്നമാണെന്നും ഒരു ചിന്തയുണ്ട്. പക്ഷെ അപ്പൊ നമ്മൾക്ക് ഇവിടെ ഒരു വൈറ്റമിൻ, ഒരു കാൽസ്യം അടങ്ങിയ ഭക്ഷണങ്ങളാണ് അല്ലെ നമ്മൾ പറഞ്ഞത്. പിന്നെ എന്താണ് കാൽസ്യം അടങ്ങിയ ഭക്ഷണം ഉള്ളത്? ചീര, ഇലക്കറികൾ, അല്ലെ? ഇലക്കറികളിലെല്ലാം നല്ല കാൽസ്യം ഉണ്ട്. അങ്ങനെ പാല്, മുട്ടയുടെ മഞ്ഞ, ഇലക്കറികള്,
പാലുൽപ്പന്നങ്ങൾ, ഇതിലെല്ലാം കാൽസ്യം ഉണ്ട്. പക്ഷെ ഈ കാൽസ്യം നമ്മൾ ഭക്ഷണത്തിൽ കൂടി കഴിച്ച് നമ്മുടെ ചെറുകുടലിലെത്തും. എത്തിക്കഴിയുമ്പോൾ ഈ കാൽസ്യത്തിനെ വലിച്ചെടുക്കണമെങ്കിൽ പാരാതൈറോയ്ഡ് ഹോർമോൺ അനിവാര്യമാണ്. പാരാതൈറോയ്ഡ് ഹോർമോൺ കുറവാണ്. പല കാരണങ്ങൾ കൊണ്ടും പാരാതൈറോയ്ഡ് ഗ്രന്ഥി പാരാതൈറോയ്ഡ് ഹോർമോണിനെ ഉണ്ടാക്കുന്നില്ല. 60-ൽ താഴെ നാനോഗ്രാം പാരാതൈറോയ്ഡ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കുടലിൽ നിന്നും കാൽസ്യത്തിനെ വലിച്ചെടുക്കുവാനുള്ള കഴിവ് ശരീരത്തിന് നഷ്ടപ്പെടും. കാൽസ്യം വെറുതെ മലത്തിലൂടെ എക്സ്ക്രീറ്റ് ചെയ്ത് പോകുമെന്നല്ലാതെ ബ്ലഡിലോട്ട് കയറുകയില്ല. അപ്പോൾ പാരാതൈറോയ്ഡ് ഹോർമോൺ ശരിക്കുണ്ടെങ്കിൽ കുടലിൽ നിന്നും കാൽസ്യത്തിനെ വലിച്ചെടുത്ത് എങ്ങനെ വലിച്ചെടുക്കുന്നു? വിത്ത് ദ ഹെൽപ്പ് ഓഫ് വൈറ്റമിൻ ഡി. അവിടെയാണ് വൈറ്റമിൻ ഡിയുടെ ഹെൽപ്പോടുകൂടി അല്ലാതെ പാരാതൈറോയ്ഡ് ഹോർമോൺ ആണെങ്കിൽ എത്ര ഉണ്ടെങ്കിലും കാൽസ്യം വലിച്ചെടുത്ത് ബ്ലഡിലോട്ട് കൊണ്ടുവരാൻ പറ്റൂല. എങ്ങോട്ടാണ് ഇവർ വലിച്ചെടുത്തോണ്ട് വന്നത്? ഇവര് വലിച്ചെടുത്തോണ്ട് വന്നത് നമ്മുടെ ബ്ലഡ് സ്ട്രീമിലോട്ടാണ്. കാരണം ഈ കാൽസ്യത്തിനെ കൊണ്ട്, ഫോസ്ഫറസിനെ കൊണ്ടൊക്കെ വളരെയധികം കാര്യങ്ങളുണ്ട്. ബ്ലഡ് സ്ട്രീമിൽ എത്തിയിട്ട് വേണം ഇവർക്ക് എല്ലിനെ ഉണ്ടാക്കാൻ. നല്ല ഉറച്ച എല്ല്, ബലമുള്ള എല്ലുകൾ, ബലമുള്ള പല്ലുകൾ എന്നൊക്കെ പറയൂലേ. ഇപ്പൊ കാൽസ്യവും ഫോസ്ഫറസും വൈറ്റമിൻ ഡിയും നല്ല കൃത്യമായ അളവിൽ നിന്നാലേ നല്ല എല്ലുകൾക്കും പല്ലുകൾക്കും പിന്നെ അതുപോലെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും ന്യൂറോ കെമിക്കൽ ട്രാൻസ്മിറ്റർ ആയിട്ടും എല്ലാം ഇവരാവശ്യമുണ്ട്. ഹാർട്ടിന്റെ പ്രവർത്തനങ്ങളിൽ കാൽസ്യം ഒരു ഇമ്പോർട്ടന്റ് ഒരു മിനറലാണ്. കാൽസ്യം ഈസ് എ മിനറൽ. പക്ഷെ വൈറ്റമിൻ ഡി എന്താണ്? വൈറ്റമിൻ ഡി ഈസ് എ ഹോർമോണാണ്. വൈറ്റമിൻ ഡി ഒരു ഹോർമോണാണ്, തെറ്റരുത്. കാൽസ്യം ഒരു മിനറലും വൈറ്റമിൻ ഡി ഒരു ഹോർമോണുമാണ്, അല്ലെ? അപ്പൊ നമ്മൾ ഓരോ വിശദാംശങ്ങളിലോട്ട് പോകുന്നതിന് മുമ്പ് ചെറുതായിട്ട് പഠിച്ചാൽ മതി. ഇത് കുറേശ്ശെ പോയാലേ നമ്മൾ ഒരിക്കലും അയ്യോ ഷട്ടിങ് ഡൗൺ വന്നു കേട്ടാ കണ്ട. അതെ, അവിശ്വസനീയമായ ഒരു യാത്രയാണ്. 2000 ദിവസത്തിലേക്ക് എത്തുമെന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത്രയും ദിവസം നടന്നു പോവുക എന്നുള്ള ഒരു പക്ഷേ തീർച്ചയായിട്ടും ഗിന്നസ് റെക്കോർഡിൽ എത്തുന്ന ഒരു പ്രോഗ്രാം തന്നെയാണ്. ഡോക്ടറെ, എന്താ നമ്മുടെ പ്രോഗ്രാമത്തിൽ പറയുക? 2000 ദിനത്തിന്റെ ഒരു ആഘോഷത്തിന്റെ ഒരു ഉദ്ഘാടനം ആണ് 8-ാം തീയതി നമുക്ക് നടക്കുന്നത്. കോവളത്ത് വെച്ച് ജോസഫ് ഐസക് സാറിന്റെ സ്ഥാപനത്തിൽ വെച്ചാണ് ഇത് നടത്തുന്നത്. അത് ഇനോഗ്രേഷൻ അഡ്വക്കേറ്റ് എം വിൻസെന്റ് കോവളം MLA ആണ് നടത്തുന്നത്. അതില് നമുക്ക് അനേകം വിദേശ അലോപ്പതി ഡോക്ടർമാർ ഹോമിയോ പഠിക്കാനായിട്ട് ഡോക്ടറെ അടുത്ത് വന്നിട്ടുണ്ട്. അവരുടെ എല്ലാം ഉച്ചവരെ അവരുടെ ഒരു സെക്ഷനാണുള്ളത്. ഉച്ചയ്ക്ക് ശേഷം നമ്മുടെ ബിന്ദു ഡോക്ടറുടെയും ജോളി ഡോക്ടറുടെയും ബിന്ദു BR ഡോക്ടറുടെയും ഓരോ സെക്ഷൻ വീതവുമുണ്ട്. ഇതിലേക്കിപ്പം ആള് തികഞ്ഞെന്ന് തോന്നുന്നു, അല്ലേ സാർ? മനോജ് ഡോക്ടറെ, എന്തോ ആള് തികഞ്ഞല്ലോ അല്ലേ? നമുക്ക് പാർട്ടിസിപ്പൻസ് ഓൾമോസ്റ്റ് അവിടെ പാർട്ടിസിപ്പൻസ് സ്ഥലം കുറവാണ്, ചെറിയ ഹാളിലെ. മാക്സിമം ഒരു 50-55 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഫുള്ളായിട്ടുണ്ട്. അതെ, വലിയ പരിപാടി നടക്കുന്നുണ്ട്. ഇനി തുടർന്ന് ബാക്കി പരിപാടികളും നടത്തപ്പെടും. ഏപ്രിലോട് കൂടി ബാംഗ്ലൂർ ഒരു പരിപാടി നടത്താനുള്ള ആലോചനയും കൂടെ ഉണ്ട്. എല്ലാവരും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ധനേഷ് ഡോക്ടർ വന്നിട്ടുണ്ടല്ലോ. ജോയിൻ ചെയ്തിട്ടത്. ഡോക്ടർ യാത്രയൊക്കെ ക്ഷീണിച്ചു വന്നിരിക്കുകയാണ്. ശരിക്കും ഈ ഒരാളെല്ലാം നമുക്ക് IFPHന്റെ ഈ 2000 എന്നുള്ള ഒരു പക്ഷേ ഒരു 20-200 ഒതുങ്ങിപ്പോയെന്ന്. ബാക്കി 0ന്റെ ക്രെഡിറ്റ് ധനേഷ് ഡോക്ടർ കാണും. ഡോക്ടറെ, പ്രോഗ്രാമുകളെ കുറിച്ച് പറയാമോ ധനേഷ് ഡോക്ടറെ? ആദ്യം തന്നെ ജോളി ഡോക്ടർ ഇങ്ങനെ നെറ്റ് പ്രോബ്ലം വന്ന് ഔട്ടായിരിക്കുകയാണ്. ധനേഷ് ഡോക്ടറെ ഓക്കെ, സമയമായിട്ട് ഔട്ടായിരിക്കുകയാണ്. നമ്മള് IFBHന്റെ ഈ 2000 ദിന ആഘോഷം എന്ന് പറഞ്ഞ് നമ്മൾ ആ പരിപാടി പ്ലാൻ ചെയ്തപ്പോൾ അത് എപ്പോൾ നടത്തണം എന്നുള്ളതിനെ കുറിച്ച് ഒരു ആശയക്കുഴപ്പമുണ്ടായിരുന്നു.
പ്രധാനമായിട്ടും 2000 ഈ ഫെബ്രുവരി 21 തീയതിയാണ്. അപ്പോൾ 22 നടത്തണം എന്നുള്ള രീതിയിൽ ഒരു ആലോചന വന്നിരുന്നു. പക്ഷേ അത് അന്നേരം കേരളത്തിൽ വെച്ചായി പോകും. അതുകൊണ്ട് വിഫലമായിട്ട് കേരളം വിട്ടൊരു പരിപാടി നടത്തണമെന്ന പ്ലാനിങ്ങിൽ നമ്മൾ ബാംഗ്ലൂർ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ബാംഗ്ലൂർ പരിപാടി ആസൂത്രണം ചെയ്തു വന്നപ്പോഴത്തേക്ക് അവിടെയുള്ള ആൾക്കാരുടെ സപ്പോർട്ട് ഇല്ലാതെ നമുക്കത് ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ അവിടെയുള്ളവർ പറയുന്നത് അവർക്ക് ഏപ്രിൽ മാസമേ ലാസ്റ്റ് ആകുമ്പോഴേ അത് ശരിയാകുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജോസ് ഐസക് സാറിൻ്റെ അവിടെ ഒരു 25ഓളം വെസ്റ്റേൺ ഡോക്ടേഴ്സ്, അവരെല്ലാം MD, വിവിധ വിഷയങ്ങളിൽ MD കഴിഞ്ഞവരാണ്, അവരവിടെ വന്നിട്ടുണ്ടെന്നും അവരുടെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു സെഷൻ ചെയ്യാമെന്ന് ജോസ് ഐസക് സാർ അറിയിച്ചത്. ഒരു ദിവസം ഞാനിങ്ങനെ സാറിനെ വിളിച്ചപ്പോഴാണ് സാറ് പറഞ്ഞത് നമുക്ക് അങ്ങനെയാണെങ്കിൽ അത് ഇവിടെ വെച്ച് ചെയ്യാം, അതിന് കുഴപ്പമില്ല. അപ്പം നമ്മൾ ഹോട്ടലിലൊക്കെ വെച്ച് ചെയ്യണമെങ്കിൽ നല്ലൊരു എമൗണ്ട് ആവും. അപ്പം അതിനുള്ള സാമ്പത്തിക ഭദ്രത ഇപ്പം IFBCന് ഇല്ല. പിന്നെ നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് കൂടിയെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ സാറിൻ്റെ അവിടെ ഒരു ഏകദേശം ഒരു 100 പേരെ ഉൾക്കൊള്ളാവുന്ന, 100-ൽ താഴെ ആൾക്കാരെ ഉൾക്കൊള്ളാവുന്ന ഒരു ഹാള്, AC ഹാളുണ്ട്. സാറിൻ്റെ സ്വന്തമാണത്. അവിടെ വെച്ച് തന്നെ ചെയ്യാം പരിപാടി ഇട്ട്. അങ്ങനെയാണ് നമ്മൾ പെട്ടെന്ന് തന്നെ ഡേറ്റ് ഫിക്സ് ചെയ്യാണ്. ഒരു 4-5 ദിവസം കൊണ്ടാണ് നമ്മൾ ഇതെല്ലാം ഫിക്സ് ചെയ്യുന്നത്. ആ പരിപാടി അങ്ങനെ ആസൂത്രണം ചെയ്ത് ഈ 8-ാം തീയതി ഞായറാഴ്ച നമ്മൾ നടത്തുകയാണ്. അത് രാവിലെ 8:30-ക്ക് തന്നെ തുടങ്ങിയാലേ പരിപാടി അപ്പം നമുക്ക് മന്ത്രിമാരെ ആ സമയത്ത് കിട്ടില്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ ലോക്കലായിട്ടുള്ള MLA കിട്ടി. വിൻസെൻ്റ് ആണ്, അഡ്വക്കേറ്റ് ആണ്. അദ്ദേഹം വരാവുന്നേറ്റ്. പക്ഷെ അദ്ദേഹത്തിനും അന്ന് ഒത്തിരി പ്രോഗ്രാംസ് ഉള്ളത് കൊണ്ട് രാവിലെ 8:30-ക്ക് ഉദ്ഘാടനം നടത്താമെന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ജോസഫ് സാറിൻ്റെ തന്നെ 9 പ്രതിനിധികൾ ക്ലാസ് എടുക്കുന്നുണ്ട്. അല്ല, അവർ പ്രസൻറ്റേഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയും പേര് പ്രസൻറ്റേഷൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് സമയം വേണ്ടി വരും. അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ പരിപാടി അങ്ങനെ അങ്ങ് നീട്ടി കൊണ്ടുപോയത്. ജോളി ഡോക്ടർ ജോയിൻ ചെയ്തിട്ടുണ്ടേ. ഉണ്ട്. അപ്പം ആ പരിപാടി കറക്റ്റ് 8:30-ക്ക് തുടങ്ങും. എല്ലാവരും 8:30-ക്ക് തന്നെ എത്താൻ ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ബാക്കി കാര്യങ്ങൾ പിന്നീട് പറയാവുന്നതാണ്. ജോളി ഡോക്ടറെ തുടങ്ങാം. സോറി, അത് കട്ടായി പോയി. മറ്റേ ഫോണിൽ തന്നെ എടുക്കാം. നെറ്റ് പോയി കുഴപ്പമില്ല. പറഞ്ഞു കഴിഞ്ഞാ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞോ? പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഉള്ള പരിപാടിയിൽ നമ്മുടെ ബിന്ദു ജോൺ ഡോക്ടറുടെ ഒരു ക്യാൻസർ പ്രസന്റേഷൻ ഉണ്ട്. അതൊരു കേസ് പ്രസന്റേഷനാണ്. അത് കൂടാതെ ബിന്ദു BR ഡോക്ടറുടെ ഒരു കേസ് പ്രസന്റേഷനുണ്ട്. അത് ഓട്ടിസത്തിനെ കുറിച്ചാണ്. പിന്നീട് വരുന്നത് നമ്മുടെ ഈ ജോളി ഡോക്ടറാണ്. ജോളി ഡോക്ടറുടെ ഒരു തൈറോയിഡ് കേസുകൾ, അത്ഭുതകരമായി മാറ്റം വന്ന 3 കേസുകൾ ഡോക്ടർ പ്രസന്റ് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ എല്ലാം കൊണ്ടും അത് കൂടാതെ ആതിരാശ്രമം ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടർ കിരൺ ഹൗസ് സർജനാണ്. ഒരവസരം തരുമോയെന്ന് ചോദിച്ച് 10 മിനിറ്റ് മതി. അങ്ങനെ 10 മിനിറ്റ് നേരത്തേക്ക് അവർക്കും ഒരു അവസരം കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ IFBS എന്ന് പറയുമ്പോൾ എപ്പോഴും ഹോമിയോപ്പതി സ്നേഹികളും വിദ്യാർത്ഥികളും ഡോക്ടർമാരും എല്ലാവരും കൂടി ചേർന്നാണ്. അപ്പോൾ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രോഗ്രാംസാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പം രാവിലത്തെ സെഷനിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വരുന്നവരെല്ലാവരും ഇംഗ്ലീഷ് സംസാരിക്കുന്നവരല്ല. അവരവരുടെ രാജ്യങ്ങളിലെ ഭാഷകളാണ് കൂടുതൽ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ട്രാൻസ്ലേറ്റർ ഉണ്ടാവും. അതുകൊണ്ട് കുറച്ച് കൂടുതൽ സമയം അവർക്ക് ഓരോരുത്തർക്കും വേണ്ടി വരും. പക്ഷേ ഷോർട്ട് പ്രസൻറ്റേഷനുകളാണ്. ഇത്രയാണ് ആ പരിപാടിയെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇന്നലത്തെ കൊണ്ടാണ് നമ്മൾ ബ്രോഷറെല്ലാം കംപ്ലീറ്റ് ചെയ്തത്, റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനിയും താല്പര്യമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നേരിട്ട് അറിയിക്കുകയാണെങ്കിൽ നമുക്ക് കൂട്ടാൻ ശ്രമിക്കാം. കേൾക്കാം. ഞാനപ്പോ 6 പേജ് ഡിസ്ക്രിപ്ഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇടാം. കാരണം അത് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ കുറേയും കൂടി ക്ലിയർ ആവും. അപ്പൊ ഇപ്പൊ നമുക്ക് സമയം സാറില്ല, എന്നാലും ധനേഷ് സാർ അത് പറഞ്ഞല്ലോ എല്ലാ കാര്യങ്ങളും. അപ്പൊ നമുക്ക് ഈ ഹൈപ്പോപാരാതൈറോയിഡിസത്തില് പാരാതൈറോയിഡ് ഹോർമോൺ കുറയുമ്പോൾ കുടലിൽ നിന്നുള്ള കാൽസ്യത്തിന്റെ അബ്സോർപ്ഷൻ കുറയും. കുടലിൽ നിന്ന് മാത്രമല്ല കാൽസ്യം അബ്സോർബ് ചെയ്യുന്നത്, പിന്നെ ഇവിടെ നിന്നാണ് കാൽസ്യം ബ്ലഡിലോട്ട് വരുന്നത്. രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് കാര്യം ബോണാണ്. കാൽസ്യത്തിന്റെ അളവ് കുറയുമ്പോൾ
ബോണിൽ നിന്നും ഓസ്റ്റിയോക്ലാസ്റ്റ് ആക്കിയിട്ട് ബോൺ അവിടെ ആ ബോണിൽ നിന്ന് റീഅബ്സോർബ് ചെയ്യും ടു ബ്ലഡ്. അപ്പൊ എല്ലിലൊന്ന് കാൽസ്യം ബ്ലഡിലോട്ട് വലിച്ചെടുക്കണമെങ്കിലും പാരാതൈറോയ്ഡ് ഹോർമോൺ വേണം. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്, കിഡ്നിയിലോട്ട് ഈ കാൽസ്യം അരിക്കാൻ വേണ്ടി കൊണ്ടുപോകും. അപ്പോൾ അമിതമായി കിഡ്നിയിലൂടെ കാൽസ്യം അരിച്ചു കളയാതെ അതിനെ തിരിച്ച് അബ്സോർബ് ചെയ്യാനും പാരാതൈറോയ്ഡ് ഹോർമോൺ വേണം. അപ്പോൾ എത്രയോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പാരാതൈറോയ്ഡ് ഹോർമോൺ ചെയ്യുന്നത്. ഒന്നാമത്തെ പാരാതൈറോയ്ഡ് ഹോർമോൺ തൈറോയ്ഡ് ഹോർമോൺ ആദ്യം ചെയ്യുന്നത് തന്നെ കാൽസ്യത്തിനെ വലിച്ച് എടുക്കുകയാണ്. ആദ്യം കുടലിൽ നിന്നാണ് കാൽസ്യം വലിച്ചെടുക്കുന്നത്. അത് അപ്പൊ അവിടെ കാൽസ്യം വലിച്ചെടുക്കാൻ പറ്റാതെ വരുമ്പോ കാൽസ്യത്തിന്റെ ലെവല് താഴ്ന്നു പോകും. അതാണ് ഹൈപ്പോപാരാതൈറോയിഡിസത്തിൽ എന്താണ് സംഭവിക്കുന്നത്? കാൽസ്യം ഉണ്ടാവില്ല ബ്ലഡിൽ, വലിച്ചെടുക്കാൻ പറ്റുന്നില്ല. വലിച്ചെടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് കാൽസ്യം ഉണ്ടാവാത്തത്. കുടലില് കാൽസ്യം ഭക്ഷണത്തിൽ വേണ്ടത് വന്ന് കിടക്കുകയാണ്. ആ പേഷ്യന്റ് ഡെയിലി എന്തൊക്കെ കഴിക്കുന്നുണ്ട്? എല്ലാ സാധനവും കഴിക്കാൻ ഡോക്ടറെ, മുട്ടയും പാലും നെയ്യും മീനും ഇറച്ചിയൊക്കെ മീനൊക്കെ കഴിക്കുന്നുണ്ട്. പക്ഷെ അവിടെ കാൽസ്യം നോർമൽ അല്ല. അപ്പോൾ നമ്മൾ പാരാതൈറോയ്ഡ് ഹോർമോൺ പരിശോധിക്കണം. അത് കുറവായിരിക്കും. ഹൈപ്പോ പാരാതൈറോയ്ഡ് ഡയഗ്നോസ്റ്റിക് പോയിന്റ് ആണ്. അവിടെയാണ് ഡയഗ്നോസ് ചെയ്യുന്നത് പാരാതൈറോയ്ഡ്. പിന്നെ ഇൻഡസ്ട്രൈനിലൊന്ന് വലിച്ചെടുക്കാൻ പറ്റുന്നില്ല, പാരാതൈറോയ്ഡ് ഹോർമോൺ ഇല്ല. എല്ലിലൊന്ന് വലിച്ചെടുക്കാൻ പറ്റുന്നില്ല, പാരാതൈറോയ്ഡ് ഹോർമോൺ അവിടെ ഇല്ല, എല്ലിലൊന്ന് വലിച്ചെടുക്കാൻ പറ്റുന്നില്ല. പിന്നെ മൂന്നാമത് എവിടെ നിന്നാണ്? കിഡ്നി അല്ലേ? കിഡ്നിയുടെ കിഡ്നിയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, കിഡ്നി എല്ലാ സാധനങ്ങളെയും എല്ലാ മിനറൽസിനെയും വലിച്ചു കൊണ്ടുവന്ന് കിഡ്നിയുടെ ട്യൂബ്യൂൾസിലൂടെ അരിക്കും. എന്നിട്ട് ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് ബാക്കി കളയും. എല്ലാവരെയും കൂടി ഒരുമിച്ചെടുത്തുകൊണ്ട് വന്നിട്ടാണ് അരിക്കുന്നത്. നല്ലതിനെ ചീത്തതിനൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് അരിച്ചിട്ട് നല്ലത് മാത്രം തിരിച്ചെടുക്കും. അതാണ് സെലക്റ്റീവ് ആണ് കിഡ്നി. സെലക്റ്റീവ് പെർമെബിലിറ്റി. ആവശ്യമുള്ളത് മാത്രം തിരിച്ചെടുക്കും, ആവശ്യമില്ലാത്തത് യൂറിനിൽ കൂടി കളയും. അപ്പൊ ആവശ്യമുള്ളത് തിരിച്ചെടുക്കണമെങ്കിൽ അവിടെ ജാഗ്രത വേണം. കാൽസ്യം തിരിച്ചെടുക്കാനുള്ള ആളാണ് പാരാതൈറോയ്ഡ് ഹോർമോൺ. അപ്പൊ കിഡ്നിയിൽ നിന്നും കാൽസ്യം തിരിച്ചെടുക്കും. പക്ഷേ നമ്മുടെ ഡോക്ടർ ചോദിച്ചിരുന്ന് പാരാതൈറോയ്ഡിൽ എന്താണ് ഭക്ഷണം ഒഴിവാക്കേണ്ടതെന്ന്. ഹൈപ്പോ പാരാതൈറോയിഡിസം എന്ന് പറയുള്ളൂ. രണ്ടും കൂടി പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കൂല, ഹൈപ്പോ മാത്രം. അപ്പൊ ഹൈപ്പോയിൽ എന്താണ് സംഭവിക്കുന്നത്? ഫോസ്ഫറസും വലിച്ചെടുക്കുന്നുണ്ടല്ലേ. കാൽസ്യവും ഫോസ്ഫറസും ചേർന്നാലേ ബലമുള്ള പല്ലുകൾ ഉണ്ടാവുള്ളൂ. അപ്പൊ കുടലിൽ നിന്ന് ഫോസ്ഫറസും നമ്മള് വലിച്ചെടുക്കും, കാൽസ്യം വലിച്ചെടുക്കും, ഫോസ്ഫറസ് വലിച്ചെടുക്കും. രണ്ടും വലിച്ചെടുക്കുന്നത് പാരാതൈറോയ്ഡ് ഹോർമോണാണ്. അപ്പോ ഈ ഫോസ്ഫറസിന് ഒരു കുഴപ്പമുണ്ട്. ഫോസ്ഫറസ് കിഡ്നിയിൽ നിന്ന് അരിച്ചിട്ട് കാൽസ്യത്തിനെ പാരാതൈറോയ്ഡ് ഹോർമോൺ വലിച്ചെടുക്കുമ്പോൾ ഫോസ്ഫറസിനെ പാരാതൈറോയ്ഡ് ഹോർമോൺ പുറന്തള്ളും. വ്യത്യാസം മനസ്സിലാക്കണം. വളരെ ഡെപ്താണ് സബ്ജക്റ്റ് എങ്കിലും അറിഞ്ഞാൽ സിമ്പിളാണ്. കാൽസ്യം കിഡ്നിയിലൊന്ന് വലിച്ചെടുക്കും പാരാതൈറോയ്ഡ് ഹോർമോൺ. അതേസമയം ഫോസ്ഫറസിനെ കിഡ്നിയിലൂടെ പുറന്തള്ളാൻ പാരാതൈറോയ്ഡ് ഹോർമോൺ വേണം. ഒരു ഹോർമോൺ രണ്ട് ആക്ഷനാണ്. പാരാതൈറോയ്ഡ് ഹോർമോണിന് കാൽസ്യത്തിനോട് വളരെയധികം താല്പര്യമുണ്ട്. കാൽസ്യത്തിന് അവര് ഇങ്ങോട്ട് വലിച്ചെടുക്കും. പക്ഷെ ഫോസ്ഫറസിന് അധികം ബോഡിയിൽ വെച്ചോണ്ടിരിക്കൂല. കാരണം അതൊരു ഇൻഫ്ലമേഷൻ പോലും ഉണ്ടാക്കുന്ന ഏജന്റ് അല്ല. അപ്പോ ലിമിറ്റ് കഴിഞ്ഞ് ഫോസ്ഫറസിനെ വെക്കൂല. ഫോസ്ഫറസിനെ കിഡ്നിയിൽ നിന്ന് പുറന്തള്ളും. അപ്പൊ പാരാതൈറോയ്ഡ് കുറയുമ്പോൾ എന്തു പറ്റും? പാരാതൈറോയ്ഡ് ഹോർമോൺ കുറയുമ്പോൾ കിഡ്നിയിൽ നിന്ന് ഫോസ്ഫറസിനെ പുറന്തള്ളാനുള്ള കഴിവാണ് കിഡ്നിക്ക് നഷ്ടപ്പെട്ടു പോണത്. അപ്പൊ എന്തു പറ്റും? നേരെ റിവേഴ്സ്. കാൽസ്യം ഒട്ടും ഉണ്ടാവൂല, ഫോസ്ഫറസ് ബോഡിയിൽ അടിഞ്ഞുകൂടും. ഹൈപ്പർ ഫോസ്ഫറസ് അക്യൂമുലേഷൻ കണ്ടീഷൻ വളരെയധികം ഡെപ്ത് ആയിട്ട് പഠിക്കേണ്ട ഒരു സബ്ജക്റ്റ് ആണ്. പക്ഷെ നമ്മൾക്ക് അത് വളരെ സിമ്പിൾ ആയിട്ടാണ് പറയുന്നത്. കാരണം കിഡ്നിയിൽ നിന്ന്
ഫോസ്ഫറസിന്, അമിതമായ ഫോസ്ഫറസിനെ പുറന്തള്ളാനും പാരാതൈറോയ്ഡ് ഹോർമോൺ വേണം. കിഡ്നിയിൽ നിന്ന് കാൽസ്യം വലിക്കാനും. അപ്പൊ പാരാതൈറോയ്ഡ് ഹോർമോൺ ഇല്ലെങ്കിൽ എന്ത് പറ്റും? കിഡ്നിയിൽ നിന്ന് കാൽസ്യത്തിനെ വലിച്ചെടുക്കാനും പറ്റൂല. അപ്പൊ കാൽസ്യം ലെവൽ കുറഞ്ഞു നിൽക്കും. ഫോസ്ഫറസിനെ പുറന്തള്ളാനും പറ്റില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഡോക്ടർ അന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞത് റെഡ് മീറ്റ് കൊടുക്കരുത്. റെഡ് മീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പാല് കുടിച്ച് വളരുന്ന മൃഗങ്ങളുടെ മാംസമാണ് റെഡ് മീറ്റ്. പാല് കുടിച്ചുകൂടെ? പശുവിന്റെ മാംസം റെഡ് മീറ്റ് ആണ്. പന്നിയുടെ മാംസം റെഡ് മീറ്റ് ആണ്. ആടിന്റെ മാംസം റെഡ് മീറ്റ് ആണ്. കാരണം ആട് അമ്മയുടെ പാല് കുടിച്ചാണ് വളർന്നത്. പോത്തിന്റെ, അതായത് എരുമയുടെ, അല്ലെ പോത്താണെങ്കിലും അമ്മയുടെ പാലൊക്കെ തന്നെയല്ല കുടിച്ചു വളർന്നു. അപ്പൊ അങ്ങനെ പാല് കുടിച്ച് വളരുന്ന മൃഗങ്ങളുടെ മാംസമാണ് റെഡ് മീറ്റ്. റെഡ് മീറ്റുകളിൽ എന്തുണ്ട്? ഹയസ്റ്റ് കണ്ടെയ്ൻ ഫോസ്ഫറസ്. ഫോസ്ഫറസിന്റെ റിച്ചസ്റ്റ് സോഴ്സ് ആണ് റെഡ് മീറ്റ്. ഇവിടെ അല്ലാതെ തന്നെ ഫോസ്ഫറസ് ഈ ലെവലിന് മുകളിൽ നിൽക്കുകയാണ്. കാരണം എന്താണ്? വലിച്ചെടുക്കാൻ പറ്റുന്നില്ല, പുറന്തള്ളാൻ പറ്റുന്നില്ല. ഫോസ്ഫറസിന് പാരാതൈറോയ്ഡ് ഹോർമോൺ ഇല്ല. ഫോസ്ഫറസിനെ കിഡ്നിയിൽ കൂടി തള്ളി പുറത്തോട്ട് കളയാൻ പറ്റാണ്ട് നിൽക്കുന്ന കണ്ടീഷനിൽ നമ്മൾ അമിതമായ ഫോസ്ഫറസിന്റെ റെഡ് മീറ്റ് ഒരിക്കലും ആ രോഗിക്ക് കൊടുക്കരുത്. കാരണം അവിടെ പോയിസണസ് എഫക്ട്സ് ആണ്. അതായത് ഫോസ്ഫറസും ഫോസ്ഫോറിക് ആസിഡും ബോഡിയിൽ അക്യൂമുലേറ്റ് ചെയ്യും. അപ്പൊ ഫോസ്ഫറസ് റിച്ച് എന്തൊക്കെയാണ്? ഫോസ്ഫറസ് എന്തൊക്കെ ഫുഡിലാണ് റിച്ച് ഉണ്ടാവണത്? ഈ കോള, നട്ട്സ്, പിന്നെ അമിതമായ ഉപ്പ്, ചോക്ലേറ്റ്സുകള്, ഡ്രിങ്ക്സ്, ഈ സാധനങ്ങൾ എല്ലാം തന്നെ ഹൈ ഫോസ്ഫേറ്റ് കണ്ടന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് ഇത്രയും സാധനങ്ങൾ കംപ്ലീറ്റ് ഈ പേഷ്യന്റിന് ഒഴിവാക്കണം. അപ്പൊ പാരാതൈറോയിഡിൽ ഒഴിവാക്കേണ്ട സാധനങ്ങൾ ഫോസ്ഫറസ് അടങ്ങിയ ഭക്ഷണ സാധനങ്ങളും. കഴിക്കേണ്ടത് എന്തൊക്കെയാണ്? ഹൈ റിച്ച് കാൽസ്യം, അല്ലെ? അത്രേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. എനിക്ക് ഒരു പാരാതൈറോയ്ഡ് ഹൈപ്പോ പാരാതൈറോയിഡിസം, പാരാതൈറോയ്ഡ് ഹോർമോൺ കുറവാണെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പറയണം, നിങ്ങൾ നല്ല ഉയർന്ന അളവില് കാൽസ്യം കഴിക്കണം. കാൽസ്യത്തിൽ എന്തൊക്കെയാണ്? ഇലക്കറികള്, തൈര്, പാല്, ഇതിലെല്ലാം കാൽസ്യം ഉണ്ട്. എഗ്ഗിൽ കാൽസ്യം ഉണ്ട്, അത് കഴിക്കണം. പക്ഷേ നമ്മൾ ഈ നാച്ചുറോപ്പതിക്കാരെ ഒരിടക്ക് നമ്മൾ കളിയാക്കിക്കൊണ്ടിരുന്നു. നാച്ചുറോപ്പതി അതായത് എല്ലാ നിയന്ത്രണമാണ്, ഭക്ഷണ നിയന്ത്രണമാണ് തുടങ്ങിയപ്പോഴൊക്കെ വർമാജിയൊക്കെ അതിന്റെ അതിനെ പ്രചരിപ്പിച്ച ഒരു എഞ്ചിനീയറാണ് ആക്ച്വലി. അപ്പൊ ഭക്ഷണത്തിൽ അന്നേ പറഞ്ഞ് ഉപ്പ്, അമിതമായ പിന്നെ എണ്ണയിൽ വറുത്ത സാധനങ്ങൾ, ഇതൊക്കെ ഒഴിവാക്കണം. പക്ഷേ അന്നതെല്ലാം പുച്ഛിച്ചു തള്ളി. ഹോർമോൺ, പ്രത്യേകിച്ച് പാരാതൈറോയ്ഡ് ഹോർമോണിൽ ഹൈപ്പോ പാരാതൈറോയിഡിസം ആണെങ്കിലും ഹൈപ്പർ പാരാണെങ്കിലും അണ്ടർലൈൻ എഴുതിയിട്ടുണ്ട് വറുത്ത സാധനങ്ങൾ, അതായത് ഫ്രോസൺ ചെയ്ത ഭക്ഷണങ്ങൾ, മറ്റേ നേരത്തെ കൂട്ടി വറുത്ത സാധനം, ചിപ്സുകൾ ഒട്ടും തന്നെ കൊടുക്കാൻ പാടില്ലാത്തൊരു സാധനമാണ് ചിപ്സ്. എണ്ണയിൽ വറുത്തത്, പ്രത്യേകിച്ച് കായ വറുത്തത്, കപ്പ വറുത്തത് പോലെ വറവ് എല്ലാം ഉപേക്ഷിക്കണം എന്നാണ് നമ്മൾ ഇവിടെ ഹൈപ്പോ പാരാതൈറോയിഡിസത്തിന്റെ മാനേജ്മെന്റിൽ പറയുന്നത്. പിന്നെ നമ്മൾ എന്താണ് പറയുന്നത്? മാഗ്നീഷ്യം അത്രയ്ക്ക് അത്യാവശ്യമാണ്. മാഗ്നീഷ്യം എന്തിൽ നിന്നൊക്കെ കിട്ടും? നട്ട്സ്, ഓട്സ്, നട്ട്സ്, ധാന്യങ്ങൾ, ഈ തവിട് കളയാത്ത അരി, ഈ മുതലായവയിൽ നിന്ന് എല്ലാം മാഗ്നീഷ്യം കിട്ടും. അപ്പൊ മാഗ്നീഷ്യം വേണം. മാഗ്നീഷ്യം എന്തിനാണ്? പാരാതൈറോയ്ഡ് ഹോർമോൺ ഉണ്ടാക്കാൻ പോലും മാഗ്നീഷ്യം വേണം. പാരാതൈറോയ്ഡ് ഹോർമോൺ പ്രവർത്തിക്കണമെങ്കിൽ മാഗ്നീഷ്യം വേണം. അപ്പൊ 1 or 2 മൂലകങ്ങളല്ല, അല്ലെങ്കിൽ മിനറൽസ് അല്ല, ഇവിടെ 4 മിനറൽസ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. കാൽസ്യം, ഫോസ്ഫറസ്, മാഗ്നീഷ്യം ആൻഡ് വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡി എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്?
2 തരത്തിലാണ് നമുക്ക് വൈറ്റമിൻ ഡി കിട്ടുന്നത്. ഒന്ന് ഭക്ഷണത്തിൽ കൂടെ, എന്നിട്ട് അതിനെ ആക്ടിവേറ്റ് ചെയ്യണം. അതായത് നമ്മളിപ്പോ ഒരു വൈറ്റമിൻ ഡി കഴിക്കണം, ഈ വൈറ്റമിൻ ഡി നമ്മുടെ വയറ്റിൽ കുടലിലോട്ട് എത്തിക്കഴിഞ്ഞാൽ അത് ആക്റ്റീവ് അല്ല, നമ്മൾ വിചാരിക്കണ പോലെ അല്ല. നമ്മുടെ മനുഷ്യ ശരീരം എത്രയോ പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് ഒരു ഫുഡ് പാർട്ടിക്കിൾസ് നമ്മൾക്ക് അബ്സോർബിൾ ആകണമെന്ന് മനസ്സിലായാലേ ഭക്ഷണക്രമങ്ങൾ കറക്റ്റായിട്ട് രോഗികൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് വൈറ്റമിൻ ഡി ഒരു സ്പൂൺ നെയ്യ് കഴിച്ചു കഴിഞ്ഞാൽ എല്ലാം ആയെന്നല്ല. ഒരു സ്പൂൺ നെയ്യ് കഴിച്ചു കഴിഞ്ഞാൽ കുടലിൽ അത് ഇനാക്റ്റീവ് ആണ്. ആ ഇനാക്റ്റീവായ കുടലില് വൈറ്റമിൻ ഡി ലിവറിൽ എത്തണം. അത് ബ്ലഡിൽ കൂടി കുടലിലൂടെ ആ ഇനാക്റ്റീവ് വൈറ്റമിൻ ഡി വലിച്ചെടുത്ത് ബ്ലഡിലൂടെ ലിവറിൽ എത്തിയിട്ട് 25 OH വൈറ്റമിൻ ഡി ആക്കുക. അതിനുശേഷം അത് കിഡ്നിയിൽ ചെന്നിട്ടാണ് ഫുൾ ആക്ടിവേറ്റ് ഒക്കെ ആവുന്ന ഒരു വൈറ്റമിൻ ഡി ആയി മാറുന്നത്. ഇപ്പൊ എത്രയോ സങ്കീർണമായ ഓരോ പ്രോസസ്സിലൂടെയാണ് ഓരോ ഹോർമോണും ഓരോ മിനറൽസും കടന്നു പോകുന്നത്. അപ്പോ ഓരോ മിനറൽസിനും ഇപ്പൊ കാൽസ്യം നമ്മൾ വിചാരിക്കും അവരുടെ കാൽസ്യം എടുത്ത് കഴിച്ചാൽ മതി. കുറെ ഭക്ഷണ സാധനത്തിൽ കുറെ കാൽസ്യം അല്ലെങ്കിൽ കാൽസ്യം സപ്ലിമെന്റ് എടുക്കുക, കാൽസ്യം അടങ്ങിയ ഫുഡ് കഴിക്കുക. അപ്പോഴും ഓക്സലേറ്റ്സ് ഉണ്ട്. ഓക്സലേറ്റ്സ് എന്താണ്? ചീരകളിലൊക്കെ അടങ്ങിയിരിക്കുന്ന ഓക്സലേറ്റ്. ആ ഓക്സലേറ്റും കാൽസ്യം അടങ്ങിയ ഫുഡും കൂടി ഒരുമിച്ച് കഴിച്ചാൽ കാൽസ്യം അബ്സോർപ്ഷൻ നടക്കൂല, കാൽസ്യത്തിനെ വലിച്ചെടുക്കാൻ പറ്റൂല. കാരണം അത് ബൈൻഡ് ചെയ്ത് പിടിക്കും, കുടലിൽ പിടിക്കും. ഓക്സലേറ്റ് കാൽസ്യത്തിനെ പിടിച്ചവിടെ വെക്കും, കാൽസ്യം ഓക്സലേറ്റ് ആയിട്ട് അവിടെ വെക്കും, അബ്സോർബ് ചെയ്യാൻ സമ്മതിക്കൂല. അപ്പൊ അപ്പൊ ഭക്ഷണ സാധനങ്ങളെ കുറിച്ചുള്ള വളരെയധികം അറിവുകൾ ഉണ്ടെങ്കിലേ നമ്മൾക്ക് ഓരോ എൻഡോക്രൈനെയും മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ കാൽസ്യം ഇവിടെ തന്നെ നമ്മൾ ഹൈപ്പോപാര മാത്രമേ ഇപ്പൊ പറയുന്നുള്ളൂ കേട്ടോ. ഹൈപ്പർ പാര ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടി കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് ഞാൻ അതായത് കാൽസ്യം ബൈൻഡ് അല്ലെ, കുടലിൽ കാൽസ്യത്തിനെ പിടിച്ചു നോക്കും, അതാണ് ഈ ബൈൻഡ്. ഓക്സലേറ്റ് അധികം അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കരുത്, കാൽസ്യം വലിച്ചെടുക്കാൻ പ്രയാസപ്പെടും. ചീര, ബീൻസ് ഇവ എല്ലാം തന്നെ ഈ കാൽസ്യത്തിനെ പിടിച്ചു വെക്കും. അതുകൊണ്ട് പിന്നെന്താണ് ചെയ്യേണ്ടത്? കാൽസ്യം അബ്സോർപ്ഷൻ എങ്ങനെ കൂടുതൽ കാൽസ്യം അബ്സോർബ് ചെയ്യാം? വൈറ്റമിൻ സി ധാരാളം കഴിക്കാം, കാൽസ്യം അബ്സോർബ് ചെയ്തോളൂ. വൈറ്റമിൻ സി നാരങ്ങ വെള്ളം പുളിയുള്ള പഴങ്ങളെല്ലാം കഴിക്കുക, വൈറ്റമിൻ സി. അപ്പൊ കാൽസ്യം വലിച്ചെടുക്കും. അതേസമയം ഓക്സലേറ്റ്സ് അടങ്ങിയ ഇലക്കറികൾ കൂടുതൽ കാൽസ്യം അടങ്ങിയ ഭക്ഷണത്തിന്റെ കൂടെ കഴിച്ചാൽ അവര് തടയും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഹൈപ്പോപാരാതൈറോയിഡിസം നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മൾ ഏറ്റവും അധികം പറയേണ്ട ഒരു കാര്യമുണ്ട് രോഗികളോട്. നിങ്ങൾ ഹൈപ്പോപാരാതൈറോയിഡിസത്തിൽ അല്ലാതെ തന്നെ നിങ്ങളുടെ ബ്ലഡിൽ കാൽസ്യം ഇല്ല. അമിതമായ ഉപ്പ് കഴിച്ചാൽ ഉള്ള കാൽസ്യം കൂടി മൂത്രത്തിൽ അടിച്ചു വയ്ക്കും. കാരണം എന്താണ്? മൂത്രത്തിൽ അടിച്ചു പോകുമ്പോ എല്ലാ കാൽസ്യവും മൂത്രത്തിൽ കൂടി പോകും. കാൽസ്യത്തിന് കിഡ്നിയിൽ വെച്ച് വലിക്കാനായിട്ട് പാരാതൈറോയ്ഡ് ഹോർമോൺ ഇല്ല. അപ്പൊ എത്ര ഉപ്പ് നമ്മൾ കഴിക്കുന്നോ അത്രയും മൂത്രം പോവും, അത്രയും കാൽസ്യം പോവും. അതുകൊണ്ട് ഉപ്പ് വളരെ 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 കുറച്ച് കഴിക്കുക, അത്രയും കുറച്ച് ഉപ്പ് കഴിക്കുക. അത്രയും മാനേജ്മെന്റ് ഉണ്ട് ഹൈപ്പോ പാരാതൈറോയിഡിസം. അപ്പൊ തൈറോയിഡിസത്തിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ഇത്. ഓരോ ഹോർമോണിനും എത്ര ഡെപ്തിലാണ് അതിന്റെ കാര്യങ്ങൾ പോകുന്നത്. പിന്നെ ഞാൻ നോട്ട്സ് ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇടാം. നോട്ട്സ് എല്ലാം ഞാൻ ഇനിയിപ്പോ നേരിട്ട് ഇടാൻ പറ്റൂല. അപ്പൊ നമുക്ക് മഗ്നീഷ്യം എങ്ങനെയാണെന്ന് നോക്കാം. മാഗ്ഫോസ് ഒക്കെ അല്ലെ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ക്രാംസിനാണ് അല്ലെ. വയറുവേദന, കാലുവേദന, കൈവേദന ഒക്കെ മാഗ്നീഷ്യം. ആ ഹൈപ്പോ പാരാതൈറോയിഡിസത്തിൽ ഏറ്റവും കൂടുതൽ മാഗ്നീഷ്യം അവിടെ ആവശ്യമുണ്ട്. മഗ്നീഷ്യം മസിലുകൾ, ഞരമ്പുകൾ ഇവയുടെ പ്രവർത്തനങ്ങൾ, എല്ലിന്റെ ആരോഗ്യം, രക്തത്തിലെ പഞ്ചസാരയുടെ നിയന്ത്രണം തുടങ്ങിയവ അതിപ്രധാനമായ പ്രോസസ് എല്ലാം തന്നെ മഗ്നീഷ്യം ഇല്ലാതെ നടത്താൻ പറ്റില്ല. മഗ്നീഷ്യത്തിന്റെ കുറവ് എന്താണ്? പാരാതൈറോയ്ഡ് ഹോർമോൺ റിലീസ് ചെയ്യുന്നതിനെ സപ്രസ് ചെയ്യും. അപ്പൊ എത്രയോ മേജർ ആയിട്ടുള്ള ഒരു എലിമെന്റ് ആണ്. ഇവരൊക്കെ മൂലകങ്ങളാണ്, എലിമെന്റ്സ് ആണ്. മാക്രോ എലിമെന്റ്സ് എന്ന് പറയും. മാക്രോ അളവ് കുറച്ച് കൂടുതലാണ് ഇവർക്കൊക്കെ.
മഗ്നീഷ്യം, കാൽസ്യം, ഇതൊക്കെ മാക്രോ എലിമെന്റ് ആണ്. മഗ്നീഷ്യം, അതാണ് നമ്മൾ മഗ്നീഷ്യം ഫോസിന്റെ കൂടെ ചേരുമ്പോ എന്തുമാത്രം നമുക്ക് മാഗ്നീഷ്യം ഫോസിനെ കുറിച്ച് അറിയാം. നമ്മൾ മാഗ്നീഷ്യം ഫോസ് കൊടുക്കുമെങ്കിൽ നമ്മളത് എന്തിനാ കൊടുക്കണമെന്ന് മനസ്സിലാകുന്നില്ല. അവിടെ പാരാതൈറോയ്ഡ് ഹോർമോണിന്റെ പ്രവർത്തനങ്ങളും ഈ മാഗ്നീഷ്യം ഫോസ് കറക്റ്റ് ആക്കുന്നുണ്ട്. അവ അറിയാതെയാണെങ്കിലും ചെയ്യുന്നത് പാരാതൈറോയ്ഡ് ഹോർമോണിന് വേണ്ടിയാണ്. മഗ്നീഷ്യത്തിന്റെ കുറവ് പാരാതൈറോയ്ഡ് ഹോർമോൺ റിലീസ് ചെയ്യുന്നതിനെ സപ്രസ് ചെയ്യും. ഹൈപ്പോപാരാതൈറോയിഡിസത്തിൽ മഗ്നീഷ്യം പൊതുവെ കുറവായിരിക്കും. കാൽസ്യം അവിടെ കുറവാണ്. ഹൈപ്പോപാരയിൽ കാൽസ്യം കുറവാണ്, അപ്പൊ അവിടെ മഗ്നീഷ്യവും വലിക്കൂല. കണ്ട, ഹൈപ്പോപാരാതൈറോയിഡിസത്തിൽ കാൽസ്യവും ഇല്ല, മഗ്നീഷ്യവും ഇല്ല, വലിക്കാൻ പറ്റുന്നില്ല. അപ്പൊ എന്താണ് നമ്മളുടെ മാക്രോസിന്റെ എല്ലാ സിംറ്റവും? മസിൽ ക്രാംസ്, പേശി വലിച്ചിൽ, മഗ്നീഷ്യം കുറവ് കൊണ്ട് കൂടുതൽ വഷളാവും. അപ്പൊ രോഗി എപ്പോഴും കാല് പിടിച്ചു വലിക്കുന്നു അല്ലെ? അതായത് അതിനുള്ള മരുന്നാണ് നമ്മുടെ മാഗ്ഫോസ്, മഗ്നീഷ്യം ഫോസ് ക്രാംസ്. കാരണം മഗ്നീഷ്യം ഇവിടെ കുറവാണ്. ഹൈപ്പോപാരയില് കാൽസ്യം മാത്രമല്ല മഗ്നീഷ്യവും കൂടി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. കണ്ട, അതാണ് ഭക്ഷണത്തിന്റെ ഇമ്പോർട്ടൻസ്. നമ്മൾക്ക് കാര്യം അറിയാൻ പാടില്ലെങ്കിൽ നമ്മൾ ഭക്ഷണത്തിൽ ഒന്നും ഉൾപ്പെടുത്തില്ല. കാര്യം നമ്മൾക്ക് മനസ്സിലായി. എന്തൊക്കെയാണ്? 4 ഇമ്പോർട്ടന്റ് മിനറൽസ് ആണ് ഇവിടെ കളിക്കുന്നത്. അതായത് മിനറൽ, ഒരു കാൽസ്യം, ഒരു മഗ്നീഷ്യം, ഫോസ്ഫറസ്, വൈറ്റമിൻ ഡി അല്ലെ? വൈറ്റമിൻ ഡി ഒരു ഹോർമോണായിട്ട് തന്നെയാണ് നമ്മൾ കണക്കാക്കുന്നത്. ആ വൈറ്റമിൻ ഡി 2 തരത്തിലാണ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് വൈറ്റമിൻ ഡി ഉണ്ടാവും. അപ്പൊ അങ്ങനെ വൈറ്റമിൻ ഡി കിട്ടും. രണ്ടാമത്, ഭക്ഷണത്തിലൊന്ന് വെറുതെ ഒരു ഭക്ഷണം കഴിച്ചാലൊന്നും വൈറ്റമിൻ ഡി വരൊന്നുമില്ല. അതാണ് നമ്മുടെ ശരീരത്തിനെ എപ്പോഴും വളരെ നല്ലൊരു കണ്ടീഷനിൽ വെക്കണം. നമ്മുടെ ശരീരം ഒരു കെമിക്കൽ ഫാക്ടറിയാണ്. അതിനെ വേസ്റ്റ് കൂടുതൽ കെട്ടിക്കിടക്കാണ്ടും സുഗമമായ പ്രവർത്തനത്തിനും നമ്മൾ ഓരോ മനുഷ്യ ശരീരത്തിനെയും അത് എന്തുമാത്രം ഗൗരവമായ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് ഇവരുടെ ഈ ഓരോ ഹോർമോണും എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാകുമ്പോൾ നമുക്ക് മനസ്സിലാവും. കാരണം വൈറ്റമിൻ ഡി ആദ്യം തന്നെ ഇനാക്റ്റീവ് ആയിട്ട് കുടലിലെന്ന് അബ്സോർബ് ചെയ്യും. അല്ല, കാൽസിഫെറോൾ എന്നാണ് പറയാൻ. കാൽസിഫെറോൾ അതായത് ഇനാക്റ്റീവ് ആണ്. എന്നാൽ എല്ലാ മൃഗങ്ങളുടെ കൊഴുപ്പിലും പാലിലും മുട്ടയിലൊക്കെ ഉണ്ട്. വെറുതെ പാലും മുട്ടയൊക്കെ കഴിച്ചതുകൊണ്ട് വൈറ്റമിൻ ഡി ബോഡിയിൽ കയറൂല. അത് വലിച്ച് നമ്മൾ ലിവറിൽ കൊണ്ടുവരും. അപ്പൊ അതിനെ ഒരു കൺവേർട്ട് ചെയ്യും അല്ലെ? അതാണ് 25OH വൈറ്റമിൻ ഡി, ഹൈഡ്രോക്സി അല്ലെ? ഹൈഡ്രോക്സി വൈറ്റമിൻ ഡി ആണത്. OH2 ആണ്. അതുകൊണ്ട് പകുതിയാവുന്നുള്ളൂ. ആ വൈറ്റമിൻ ഡി കിഡ്നിയിൽ ചെന്നിട്ടാണ് ഫുൾ ആക്റ്റീവ് വൈറ്റമിൻ ഡി ആയിട്ട് തിരിച്ചു വരുന്നത്. അപ്പൊ ഒരു മിനറലിന്റെ യഥാർത്ഥമായിട്ടുള്ള അവരുടെ പ്രവർത്തനത്തിന് എത്ര ഓർഗൻ സഹായിക്കണം? എത്ര ഓർഗൻ? ഇൻഡസ്റ്റൈൻ മുതൽ ലിവർ മുതൽ കിഡ്നി. നമ്മൾ വിചാരിക്കും കിഡ്നി വെറുതെ ഒരു എക്സ്ക്രീറ്ററി ഓർഗൻ ആണെന്ന്. എത്രയോ സിന്തസിസ് അവിടെ നടക്കുന്നു. അപ്പൊ കിഡ്നിയെ ഒന്നും അതാണ് കിഡ്നി ഫെയിലിയർ ആയ രോഗികളെ ഞാൻ കാലം ജീവിച്ചിരിക്കാത്തത്. ഇറ്റ് ഈസ് നോട്ട് ആൻ എക്സ്ക്രീറ്ററി ഓർഗൻ, ബട്ട് ഇറ്റ് വളരെയധികം സൂക്ഷ്മമായ മൂലകങ്ങളിനെ സിന്തസൈസ് ചെയ്യുന്നുണ്ട് കിഡ്നി. അപ്പോ അതിൽ പെട്ട ഒരു കാര്യമാണ് ഈ വൈറ്റമിൻ ഡി. കിഡ്നി ഇല്ലെങ്കിൽ വൈറ്റമിൻ ഡിക്ക് ബോഡിയിൽ ഒന്നും ഉണ്ടാക്കാൻ പറ്റൂല. വെറുതെ കഴിക്കാം, കുടലിലൂടെ കഴിച്ച് മോഷനിലൂടെ കളയാന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ വൈറ്റമിൻ ഡി. നമ്മള് മഗ്നീഷ്യം അല്ലെ? നമ്മൾ മഗ്നീഷ്യത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. എന്തൊക്കെയാണ്? ബീൻസുകൾ, ഈ പരിപ്പുകൾ, അണ്ടിവർഗങ്ങൾ, അതായത് അണ്ടിപ്പരിപ്പ്, കശുവണ്ടിയൊക്കെ, വിത്തുകൾ, ധാന്യങ്ങൾ, ഇലക്കറികൾ, പച്ച നിറമുള്ള ഇലക്കറികൾ, ഇവ എല്ലാം തന്നെ ഈ മാഗ്നീഷ്യം ഉണ്ടാക്കുന്ന, നമുക്ക് കിട്ടുന്ന മാഗ്നീഷ്യം കിട്ടാനുള്ള ഒരു ഭക്ഷണ പദാർത്ഥങ്ങളാണ്. മാഗ്നീഷ്യം അണ്ടിവർഗങ്ങൾ, ഇതിന്റെ ചാർട്ട് ഉണ്ട് കേട്ടോ, ഞാനത് ഇനിയിപ്പോ ഇടാം അത്. അപ്പോ ഈ കാൽസ്യം, പിന്നെ നമ്മൾ കാൽസ്യം ബാലൻസിനെ തകരാറിലാക്കുന്ന ചില ഭക്ഷണങ്ങൾ, പോഷകങ്ങൾ, അതായത് അമിതമായ ഫോസ്ഫറസ് അടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ ഒഴിവാക്കണം. ഫോസ്ഫറസ്, ഹൈപ്പോപാരാതൈറോയിഡിസം ഇപ്പൊ പറയുന്നത്, നമ്മൾ ഹൈപ്പറിൽ ഇപ്പൊ തൊടുന്നില്ല. ഈ ഹൈപ്പോപാരാതൈറോയിഡിസത്തിൽ ഒത്തിരി കാൽസ്യം കുറവാണ്, അതേസമയം ഫോസ്ഫറസ്
വളരെ വളരെ കൂടുതലാണ്. കാരണം ഈ പാരാതൈറോയ്ഡ് ഹോർമോൺ ഇല്ലാത്തത് കൊണ്ട് കിഡ്നിയിൽ കൂടി ഫോസ്ഫറസിനെ പുറം തള്ളാൻ പറ്റാത്തത് കൊണ്ട് ഫോസ്ഫറസ് അടിഞ്ഞുകൂടുന്നു. കിഡ്നിയിൽ നിന്ന് വലിച്ചെടുക്കാൻ പറ്റാത്തത് കൊണ്ട് നേരെ റിവേഴ്സ് ആണ്, കാൽസ്യം മുഴുവനും കിഡ്നിയിൽ കൂടി പോകുന്നു. പിന്നെ കുറച്ച് ഉപ്പും കൂടി കഴിച്ചാൽ കാൽസ്യം മുഴുവൻ പോകുന്നു. അതിൻ്റെ ആ മെക്കാനിസം അങ്ങനെ. പിന്നെ റെഡ് മീറ്റ് ഒട്ടും കഴിക്കാൻ പാടില്ല. റെഡ് മീറ്റ് മൃഗങ്ങൾ, പാല് കുടിച്ച് വളരുന്ന മൃഗങ്ങളുടെ. പിന്നെ കോഴിയൊക്കെ വേണമെങ്കിൽ കഴിക്കാം. കോഴിയൊന്നും പാല് കുടിച്ച് വളരുന്ന ജീവി അല്ലാത്തത് കൊണ്ട് കുറച്ചൊക്കെ കോഴീനെയൊക്കെ കഴിക്കാം. പക്ഷെ അവിടെ പിന്നെ ഈ ചില ഫോസ്ഫേറ്റ് കുറക്കുന്ന ചില മരുന്നുകളും വേണ്ടി വരും. കാരണം അത്രയും അമിതമായ അക്യുമുലേഷൻ ആണ്. അപ്പൊ നമ്മൾക്ക് അതിന് നല്ല ഫോസ്ഫേറ്റ് കുറക്കുന്ന മരുന്നുകൾ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ആസിഡ് ഫോസ് ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്, പിന്നെ കാൽസ്യം ഫോസ് ഉണ്ട്. നമ്മൾക്ക് ഈ ഫോസ്ഫറസും കാൽസ്യവും അടങ്ങുന്ന ആ മെഡിസിന്റെ ഗ്രൂപ്പിനെ പറ്റിയുള്ള ഒരു സ്റ്റഡി തന്നെ ആവശ്യമാണ്. ഈ പാരാതൈറോയ്ഡ് ഹോർമോണിന്റെ ബേസ് മനസ്സിലാക്കുമ്പോഴാണ് ഡോക്ടർ ഹനിമാൻ എത്രയോ ദീർഘവീക്ഷണത്തോടുകൂടിയാണ് ആ മരുന്നുകൾ ഉണ്ടാക്കിയെന്ന് നമുക്ക് അതിശയിക്കും. അതിന്റെ പതോളജി മുഴുവൻ പകുതി പോലും ആയിട്ടില്ല. പാരാതൈറോയ്ഡ് ഹോർമോണിന്റെ ഒരു ഫംഗ്ഷൻ അമിത ഫോസ്ഫറസ് കിഡ്നിയിൽ നിന്ന് നീക്കം ചെയ്യുന്നതാണ്. അങ്ങനെ കിഡ്നിയെ സഹായിക്കുന്നു. പാരാതൈറോയ്ഡ് ഹോർമോൺ കുറയുമ്പോൾ അക്യുമുലേഷൻ ഓഫ് ഫോസ്ഫറസ്. പിന്നെ നമ്മളത് പറഞ്ഞു തരാണ്, ഫോസ്ഫറസ് അക്യുമുലേഷൻ. അതുകൊണ്ട് ഈ അമിതമായ ഫോസ്ഫറസ് അടങ്ങിയ മറ്റൊരു ഭക്ഷണം സോഡ. എല്ലാ കാർബണേറ്റ് സോഡ മറ്റേ എന്താണ് ഇത്, മിറൻഡ, കൊക്കോകോള, അതാണ് ഒരു പാരാതൈറോയ്ഡ് രോഗീനെ ഒരിക്കലും സോഡ പോലത്തെ സാധനങ്ങൾ കൊടുക്കാൻ സമ്മതിക്കരുത്. അത് മുഴുവനും ഹൈ റിച്ച് ഓഫ് ഫോസ്ഫറസ് ആണ്. അതുകൊണ്ടാണ്. അതുപോലെ തന്നെ റെഡ് മീറ്റ്, അതുപോലെ തന്നെ ഉപ്പ്, അയോഡൈസ്ഡ് സോൾട്ട് ആയിക്കോട്ടെ അല്ലാണ്ട് ഉപ്പായിക്കോട്ടെ. കാരണം ഉപ്പും കൂടി ചെന്ന് കഴിയുമ്പോൾ കാൽസ്യവും പോയി കിട്ടും. ഇതിലെല്ലാം അമിതമായ ഫോസ്ഫറസ് അടങ്ങിയിരിക്കുന്നു. അതേസമയം നമ്മൾ മെഗ്നീഷ്യം, നല്ല അണ്ടിവർഗങ്ങളും വിത്തുകളും എല്ലാം നല്ലോണം കഴിക്കാം. അപ്പോ കാൽസ്യം അധികം അടങ്ങിയ. അപ്പൊ നമ്മൾ എന്തൊക്കെ കഴിക്കാം ഒന്നും കൂടി നമ്മൾ പറയണേട്ട. കാൽസ്യം അധികം അടങ്ങിയ എന്തൊക്കെ കഴിക്കാം? നമുക്ക് കാൽസ്യം ഒട്ടുമില്ല. ഹൈപ്പോപാരാതൈറോയിഡിസത്തിൽ കാൽസ്യം ഒട്ടുമില്ല. അപ്പൊ കാൽസ്യം അധികം അടങ്ങിയ പാലുൽപ്പന്നങ്ങൾ, സോയാ മിൽക്ക്, ഇലക്കറികളെല്ലാം കഴിക്കണം. 4 പേരാണ് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്: കാൽസ്യം, വൈറ്റമിൻ ഡി, മഗ്നീഷ്യം, ഫോസ്ഫറസ്. ഈ 4 പേര്. ഫോസ്ഫറസ് മോശക്കാരനൊന്നുമല്ല. ഫോസ്ഫറസും കാൽസ്യം കൂടി ചേർന്നിട്ടാണ് കാൽസ്യം ഫോസ്ഫറസ് അപ്പറ്റൈറ്റ് എന്ന് പറയും. കാൽസ്യം എന്തിൽ ചേർന്നാലും അതിൽ അപ്പറ്റൈറ്റ് എന്നാണ് പറയുന്നത്, കാൽസ്യത്തിന്റെ സംയുക്തത്തെ. അപ്പൊ കാൽസ്യം ഫോസ്ഫറസും കൂടി ചേർന്ന് ഒരു കാൽസ്യം ഫോസ്ഫറസ് അപ്പാറ്റൈറ്റ് ഉണ്ടാക്കിയിട്ടാണ് അത് എല്ലിന്റെ ഡെൻസിറ്റി കൂട്ടുന്നത്. അപ്പൊ ഫോസ്ഫറസ് ഒരു മോശക്കാരനൊന്നുമല്ല. പാരാതൈറോയ്ഡ് മര്യാദക്ക് വർക്ക് ചെയ്യുമ്പോൾ ഫോസ്ഫറസ് നമ്മൾക്ക് വളരെയധികം സഹായിയാണ്. അമിതമായി അക്യൂമുലേറ്റ് ചെയ്യുമ്പോഴേ കുഴപ്പമുള്ളൂ. അല്ലാണ്ട് ഫോസ്ഫറസ് ഇല്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഫോസ്ഫറസ് അബ്സോർബ് ചെയ്യാണ്ടും ഭക്ഷണം കഴിക്കാണ്ടും എങ്ങനെ എല്ലിന് ഉണ്ടാക്കിയെടുക്കും? അപ്പൊ ഫോസ്ഫറസ് ഒരു നോർമലിന്റെ ഒരു ദ്രോഹിയല്ല. ദ്രോഹിന്ന് അല്ല, അക്യൂമുലേറ്റ് ചെയ്യുമ്പോൾ അത് ദ്രോഹവുമാണ് ചെയ്യുന്നത്. അതാണ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഒന്നും കൂടി വായിക്കാം. കാൽസ്യം അധികം അടങ്ങിയ പാൽ, ഇതൊക്കെ കഴിക്കണം കേട്ടോ. കഴിക്കണം എന്നാണ് പറയുന്നത്. പാലുൽപ്പന്നങ്ങൾ, സോയാ മിൽക്ക്, ഇലക്കറികൾ. സോയാ മിൽക്ക് എന്ന് പറഞ്ഞാൽ ഈ വെജിറ്റബിൾ മിൽക്കാണ് കേട്ടോ. വളരെ റിച്ച് ആണ് സോയയുടെ മിൽക്ക്. അധികം മധുരമൊക്കെ ചേർക്കാണ്ട് കാൽസ്യം വളരെയധികം നന്നായിട്ടുണ്ടാവും. പിന്നെ വൈറ്റമിൻ ഡി ഞാൻ തവണ പറഞ്ഞു കഴിഞ്ഞു. വെണ്ണ, മുട്ട, വലിയ മത്സ്യങ്ങൾ, മത്സ്യ-എണ്ണ, മുട്ടമഞ്ഞ, പിന്നെ ചീസുകൾ, തൈര്, ഇതെല്ലാം വൈറ്റമിൻ ഡി ആണെങ്കിലും ഇവര് കുടലിൽ നിന്ന് ബ്ലഡിൽ നിന്ന് ലിവറിലെത്തി ഈ ലിവറിൽ വെച്ചിട്ട് 25 OH വൈറ്റമിൻ ഡി ആക്കിയിട്ട് പിന്നെ കിഡ്നിയിൽ പോയിട്ട് മാത്രമേ ഒരു ആക്റ്റീവ് ഫോം വൈറ്റമിൻ ഡി ഉണ്ടാവുള്ളൂ. രണ്ടാമത്തെ വൈറ്റമിൻ ഡിയുടെ സോഴ്സ് എന്താണ്? നമ്മുടെ മെലാനിൻ, സ്കിന്നിലത്തെ മെലാനിൻ
ആക്ടിവേറ്റ് ചെയ്തിട്ട് വൈറ്റമിൻ ഡി ഉണ്ടാകും. അതിനിടക്കൊക്കെ പുറത്തിറങ്ങി ഒന്ന് വെയിലൊക്കെ കൊള്ളും. അല്ലാണ്ട് വീട്ടിൽ ഇങ്ങനെ AC ഇട്ടിരുന്ന് കഴിഞ്ഞാൽ ആ വൈറ്റമിൻ ഡി കിട്ടില്ല. അപ്പോൾ AC ഒക്കെ ഇട്ട് വീട്ടിൽ മൂടി പുതച്ചിരിക്കണവർക്ക് വൈറ്റമിൻ ഡി അകത്തൊന്നുമില്ല, പുറത്തൊന്നുമില്ല. അപ്പൊ അവരുടെ പണി കഴിഞ്ഞു, അവർക്ക് വൈറ്റമിൻ ഡി ഇല്ല. മൂന്നാമത്തെ നമ്മൾ പിന്നെയും പറയാണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഒരു എലിമെന്റ് ആണ് മാഗ്നീഷ്യം. പിന്നെയും പറയാം, ഞാൻ ചാർട്ട് ചെയ്ത് തരണം കേട്ടോ. ഇത് നമ്മൾ ഇത് ഇട്ട് തരും കേട്ടോ. ഇത് വേണേൽ ഞങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് ഇട്ട് തരാം. അപ്പൊ പിന്നെ ഞാൻ ഈ പറയണതേ വെറുതെ റെഫർ ചെയ്താൽ മതി. അങ്ങനെ റെഫറൻസ് ചാർട്ടാക്കിയിട്ട് ഒരു 8 എണ്ണം ഉണ്ട്, അത് വെക്കാം. ആ 8 അത് നമുക്ക് അടുത്ത ആഴ്ച ഷെയർ ചെയ്യാം കേട്ടോ. കാരണം ഇങ്ങനെ പറഞ്ഞാൽ എല്ലാം മറന്നു. പക്ഷെ ചാർട്ട് കണ്ട മാഗ്നീഷ്യം എവിടെ നിന്നൊക്കെ കിട്ടും ആര് ചോദിച്ചാലും നമുക്ക് പറയാം. എങ്ങനെ മാഗ്നീഷ്യം എവിടെ നിന്നൊക്കെയാണ് കിട്ടുന്നത്? മാഗ്നീഷ്യത്തിന്റെ റിച്ചസ്റ്റ് സോഴ്സ് എന്താണ്? ഗോതമ്പ്, ചീര, അണ്ടിവർഗങ്ങൾ, ചോക്ലേറ്റുകൾ, അവക്കാഡോ. അവക്കാഡോ എന്ന് പറഞ്ഞാൽ മറ്റേ ഒരു തരം ഇതാണ് ഫ്രൂട്ട്. അവക്കാഡോ അല്ലെ അത് മധുരമൊന്നും ഉണ്ടാവില്ല. ഇവയിലൊക്കെ മഗ്നീഷ്യം ഉണ്ട്. ഈ മഗ്നീഷ്യം ഇല്ലെങ്കിൽ കാൽസ്യം, പൊട്ടാസ്യം, സിങ്ക് ഇവയെ ഒന്നും റെഗുലേറ്റ് ചെയ്യാൻ പറ്റൂല. ഈ മഗ്നീഷ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഈ കാൽസ്യവും പൊട്ടാസ്യവും സിങ്ക് ഒക്കെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അവരുടെ അബ്സോർപ്ഷനും അവരുടെ മെറ്റബോളിസം ഒക്കെ. പിന്നെ അപ്പൊ ഇത്രയും നമ്മൾ ഭക്ഷണക്രമം പറഞ്ഞു. ഇനി പിന്നെയും പറയാണ് ഒഴിവാക്കുക. ഹൈപ്പോപാരാതൈറോയിഡത്തിൽ എന്തൊഴിവാക്കും? ഉയർന്ന അളവിലെ ഫോസ്ഫറസ് ഉള്ള ഭക്ഷണങ്ങൾ, സംസ്കരിച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ. പിന്നെയും നമ്മൾ എന്തു പറയുന്നു? അമിതമായ ഉപ്പ് ഒഴിവാക്കുക. കാരണം ബാക്കി ഇരിക്കണ കാൽസ്യവും കൂടി മൂത്രത്തിലൂടെ നഷ്ടപ്പെട്ടു. ഉപ്പ് അമിതമായി ഒഴിവാക്കുക. ഈ ശരിക്കും തന്നെ നാച്ചുറോപ്പതിക്കാരുടെ ഭക്ഷണക്രമമാണ് കറക്റ്റ് എന്ന് നമുക്ക് ഇപ്പൊ മനസ്സിലാവും. കാരണം അവർ ഉപ്പ് അമിതമായിട്ട് കൊടുക്കൂല, വറവ് സാധനങ്ങളൊന്നും കൊടുക്കൂല. കിഡ്നിയിലെ അധിക ഫോസ്ഫറസ് പോകുന്നതിനെ സഹായിക്കില്ല. ഇവിടെ ഹൈപ്പോപാരാതൈറോയിഡിസം. സോ രക്തത്തിൽ ഫോസ്ഫറസിന്റെ അമിതമായ അളവുണ്ടാവും. ഇവിടെ പിന്നെ എന്തുണ്ടാവും? ഈ കാൽസ്യം ഏറ്റവും വലിയ ദ്രോഹം ചെയ്യണത് എന്താണ്? ഈ കാൽസ്യം കിഡ്നിയിൽ പോയിട്ട് അക്യൂമുലേറ്റ് ചെയ്യും. കാരണം അവിടെ കൂടി അരിച്ചിട്ട് പുറത്തോട്ട് പോകുമ്പോൾ കുറെ കിഡ്നി സ്റ്റോൺ ഉണ്ടാവും. കാൽസ്യം സ്റ്റോൺസ് മുഴുവനും ഉണ്ടാവുന്നത് ഹൈപ്പോപാരാതൈറോയിഡിസത്തിലാണ്. കാരണം ഇത് ബ്ലഡിൽ കയറാൻ പറ്റാണ്ട് കംപ്ലീറ്റ് പോയിട്ട് കിഡ്നിയിൽ അടിക്കും. ഇവിടെ ക്രോണിക് കിഡ്നി ഡിസീസും കിഡ്നി സ്റ്റോണും തീർച്ചയായും ഉണ്ടാവും. കാരണം കിഡ്നിയിലൊന്ന് കാൽസ്യം തിരിച്ചെടുക്കാൻ പറ്റുന്നില്ല. ഞാൻ പറയുന്നത് സിമ്പിൾ ആണെങ്കിലും തിരിച്ചെടുക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോഴും അവിടെ വളരെ ഗൗരവമായ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് കിഡ്നിയിൽ നിന്ന് തിരിച്ചെടുക്കാൻ പറ്റിയില്ലെങ്കിൽ എന്താ പറ്റണത്? കിഡ്നിയിൽ അക്യൂമുലേറ്റ് ചെയ്യണാണ് കാൽസ്യം. അപ്പൊ എന്താ? എപ്പോഴും കിഡ്നിക്ക് രോഗം, കല്ല് വന്ന വളരെയധികം കിഡ്നി ഡിസീസസും കിഡ്നി സ്റ്റോൺസും എല്ലാം ഉണ്ടാവും. എപ്പോഴും കിഡ്നി ഡിസീസ്, കിഡ്നിയുടെ ഡാമേജ്, കിഡ്നിയുടെ സ്റ്റോൺ. കാരണം കിഡ്നിയിൽ നിന്ന് ആ കാൽസ്യത്തിന് അത് അക്യൂമുലേറ്റ് ചെയ്യണേ മുമ്പ് തന്നെ പാരാതൈറോയ്ഡ് ഹോർമോൺ വലിച്ചെടുത്ത് ബ്ലഡിലോട്ട് കൊണ്ടുവരും. ബ്ലഡിൽ വന്നിട്ട് ഇവർക്ക് കുറെ കാര്യങ്ങളുണ്ട്. കാരണം ഈ കാൽസ്യം പോയിട്ട് വേണം എല്ലിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ, എല്ലിന്റെ ഡെൻസിറ്റി കൂട്ടാൻ. കാർഡിയാക്കിന് അവിടെ പോയിട്ട് വേണം കാൽസ്യത്തിന് അവിടെ കാൽസ്യം ബ്ലോക്കേഴ്സ് ഒക്കെ ഇല്ലേ, ചാനലുകളൊക്കെ ഉണ്ടാക്കണ്ടേ. അപ്പൊ കാൽസ്യം ഹാർട്ടിന് ഏറ്റവും അത്യാവശ്യമാണ്. മസിൽസിൽ കാൽസ്യം ഇല്ലാണ്ട് പറ്റൂല, നെർവിൽ ഒട്ടും പറ്റൂല. ന്യൂറോ കെമിക്കൽ ട്രാൻസ്മിറ്റേഴ്സിന് എല്ലാം തന്നെ കാൽസ്യം ബേസ് ഇടുന്നുണ്ട്. അപ്പോ ബ്ലഡിൽ ചെന്നിട്ട് വേണം കാര്യങ്ങൾ നടത്താൻ. ബ്ലഡിലോട്ട് എത്താൻ പറ്റാണ്ട് കിഡ്നിയിൽ അക്യൂമുലേറ്റ് ചെയ്ത് ഒരു കാര്യമില്ലാണ്ട് കിഡ്നിയിൽ പോയി അടിഞ്ഞു കിടന്ന് കിഡ്നിനെ നശിപ്പിച്ച് കളയും. അതാണ് പ്രശ്നം. നമ്മൾ വായിലോട്ട് ഒരു ഭക്ഷണം വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതെന്ത് സംഭവിക്കുന്നു എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അതായത് നമ്മളെന്ന് പറഞ്ഞാൽ ഡോക്ടേഴ്സ് അറിഞ്ഞിരിക്കണം, എന്നാലേ രോഗിനോട് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് എല്ലാ സാധനവും വായിലൊന്നും അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും അറിയണ്ടെന്ന് വിചാരിക്കുമ്പോഴാണ് ലോകത്തിലെ എല്ലാ രോഗങ്ങളും ഇങ്ങനെ വരുന്നത്. ഇവരൊക്കെ എന്താണ് വയറ്റിലോട്ട് ചെന്ന്. നമ്മുടെ സമയമായിട്ടുണ്ട് മാഡം. ഇടയ്ക്ക് കുറച്ച് സമയം നമുക്ക് പോയല്ലോ. ഇടയ്ക്ക് നമുക്ക് ചോദിക്കണ്ട, എന്തായാലും അത്യാവശ്യം ഉണ്ടെന്ന് ചോദിക്കാൻ ആൻഡ്രൈസ് ചെയ്യാൻ പറയാണ്. ഇതിന്റെ അടുത്ത ഒരു ഭാഗം കൂടി എന്തായാലും വെക്കണമല്ലോ. വെക്കണം. പിന്നെ ആ സമയത്ത് ചർച്ച വെക്കാം. അതാണ്. അല്ല ഇത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു കൊടുത്താൽ ഇത് കാരണം ഇത്
ഒരിക്കലും പറയാത്തൊരു സബ്ജക്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്തെടുത്ത് പറഞ്ഞ് ഇനി നോട്ട്സ് ഇടും കേട്ടാ. ഈ നോട്ട്സ് ഞാൻ എല്ലാം ഇടും, വായിച്ച് നോക്കണം, അപ്പൊ തന്നെ ശരിയായിക്കോളും. ഞാൻ അത് എന്തിന് റിച്ചസ്റ്റ് സോഴ്സുകളെ കുറിച്ച് തന്നെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇത് വെച്ചുകൊണ്ട് നമ്മളുടെ മെഡിസിൻ എത്രയോ എഫക്റ്റീവ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എത്രയോ എഫക്റ്റീവ്. കാൽക്കേരിയ ഫോസ് ഒക്കെ എങ്ങനെ കിങ് ആവുന്നു എന്ന്, അത് അവിടെ പാരാതൈറോയിഡ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അവിടെ ഹൈപ്പറും ഹൈപ്പോ ആയിട്ട് നിൽക്കുമ്പോഴാണ് ഈ കാൽസ്യം ഒക്കെ കാൽക്കേരിയ ഫോസ് കാൽസ്യം. ബിനോയ്ക്ക് എന്തോ ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. ചോദിച്ചോ. ഡോക്ടർ വളരെ നല്ല ക്ലാസ് ആയിരുന്നു. വളരെ സയന്റിഫിക് ആയിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. വളരെ നന്ദിയുണ്ട്. ഒരു ക്വിക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്. മാഡം മാക്ഫോസിനെ പറ്റി പറഞ്ഞല്ലോ. മാക്ഫോസ് പാരാതൈറോയിഡ്സിന് ഗുഡ് മെഡിസിൻ ആണെന്ന് പറഞ്ഞു. മസിൽ ക്രാമ്പാനുള്ള കാര്യങ്ങൾക്കെല്ലാം സഹായിക്കുന്നു പറഞ്ഞു. വാട്ട്സ് ദ ഡോസേജ് വി നീഡ് ടു ലുക്ക് ഫോർ? നമ്മൾ ഈ മാഗ്നീഷ്യം അവിടെ കൂടുതലാണോ കുറവാണോ എന്ന് നമ്മൾ പാരാതൈറോയിഡിൽ നോക്കേണ്ടി വരും. സാധാരണ നമ്മൾ ഏറ്റവും നല്ലത് 6x അല്ലെങ്കിൽ 200 ആണ്. കാരണം 6x അത് ടിഷ്യൂ റെമഡി ആകുമ്പോൾ വളരെ എഫക്റ്റീവ് ആണ്. കാരണം ഈ ഹൈപ്പോപാരാതൈറോയിഡിസത്തിൽ മാഗ്നീഷ്യം കുറഞ്ഞ മാക്ഫോസ് 6x ഏറ്റവും നല്ലത്. 3x നല്ലതാണ്, ടൈട്രേഷൻ പൗഡർ നല്ലതാണ്, 12x വരെ നല്ലതാണ്. ഒരു മെറ്റീരിയൽ ഡോസ് തന്നെ ഇരിക്കട്ടെ. കാരണം നമ്മളിവര് ബയോകെമിക്സിന്റെ എഫക്റ്റിൽ കൊടുക്കണം. അതേസമയം മൈൻഡും കൂടി വെച്ചുകൊണ്ടും ന്യൂറോളജിക്കൽ പ്രോബ്ലംസും ആണ് വരുന്നത്. ഡെഫിഷ്യൻസി അല്ലെങ്കിൽ നമ്മൾക്ക് അപ്പൊ തന്നെ 200 തന്നെ പോകാം. പിന്നെ 30 പോലും വെയിറ്റ് ചെയ്യണ്ട. അതാണ് ഞാൻ പറഞ്ഞത്. ഈ മാക്ഫോസ് കാൽക്കേരിയ ഫോസ് ഒക്കെ ഇനിയും ഡീപ്പായിട്ട് പഠിക്കേണ്ടതുണ്ട്. ഈ ബേസ് ഇങ്ങനെ പാരാതൈറോയിഡ് സത്യത്തിൽ ഇങ്ങനെ ഡെപ്തിൽ നമ്മൾ പോകുന്നില്ല. നമ്മുടെ കോളേജിലൊന്നും ഇത് പഠിപ്പിക്കുന്നതേ ഇല്ല. സത്യം പറഞ്ഞ ഇല്ലേ, ഞാൻ പറഞ്ഞ സത്യമല്ലേ ഇതൊക്കെ? അതുകൊണ്ടാണ് ഞാൻ ഓരോ വാക്കും എടുത്തെടുത്ത് പറയണത്. അല്ല കൺഫ്യൂഷൻ ഉണ്ടാക്കാത്ത വിധത്തിൽ പറയുന്നത്. ഇത് പഠിച്ചിട്ട് വേണം നമ്മുടെ മെഡിസിൻ എങ്ങനെ ഇതിന്റെ കൂടെ വർക്ക് ചെയ്യുന്നു എന്ന് നമുക്ക് പഠിക്കാൻ. അത്രക്ക് ഡെപ്താണ് പഠിച്ചു വന്നപ്പോ ഈ സബ്ജക്ട്. ഞാൻ തന്നെ അതിശയിച്ച് ഇത്തിരിശേ കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇൻഡൈജഷൻ വരും. വളരെ നന്ദി ഡോക്ടറെ. വളരെ നല്ല ആൻസർ ആയിരുന്നു. താങ്ക് യു. ജയചന്ദ്രൻ ഡോക്ടർ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളെ. ജയചന്ദ്രൻ ഡോക്ടറാണ് എന്നോട് റെഡ് മീറ്റ് ചോദിച്ചത്. അതെ. കഴിഞ്ഞ ദിവസം പാരാതൈറോയിഡിന്റെ ഫുഡിനെ പറ്റി ഞാനാണ് മാഡത്തോട് ചോദിച്ചത്. എന്തായാലും റെഡ് മീറ്റ് എന്താണ് കഴിക്കാൻ പാടില്ല എന്ന് എന്നോട് ചോദിച്ചില്ല. അപ്പൊ ഞാൻ പറഞ്ഞു അത് ബോസ്ഫറസ് ആണെന്ന് അടുത്ത പ്രാവശ്യം ഞാൻ അവിടെ ഇരുന്ന് പറഞ്ഞു. ഡോക്ടർക്ക് അറിയാം, പക്ഷെ നമ്മുടെ പിള്ളേർക്ക് അറിഞ്ഞൂടല്ലോ. കുട്ടികൾക്ക് അറിയണമല്ലോ. കുട്ടികൾ ചോദിക്കണേ. ഇന്നിപ്പോ വളരെ ക്ലിയർ ആയിട്ട് മാഡം അത് പറഞ്ഞു തന്നു. വളരെ സന്തോഷമുണ്ട്. നമുക്ക് പാരാതൈറോയിഡ് ഡയഗ്നോസിങ്ങിനെ പറ്റിയൊക്കെ ഇവിടെ ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളായിരുന്നു. സാറേ ഇത് കുറേശ്ശെ എടുക്കാൻ പറ്റുള്ളൂ. അത്രയ്ക്ക് ഡെപ്താണ്. ഞാൻ തന്നെ നോക്കിയപ്പോ ആദ്യം തന്നെ ബേസ് ഇട്ടിട്ട് പോവാം. കോളേജിൽ പോലും എക്സ്പ്ലെയിൻ ചെയ്യണില്ല. കാണാമല്ലോ, മുഖം കാണുന്നില്ല. സാധാരണ ലൈറ്റ് ഓഫ് ചെയ്തു കുട്ടികൾ നമ്മളെല്ലാം കാണണ്ടേ നിങ്ങളെ? നമസ്കാരം. ജയചന്ദ്രൻ ഡോക്ടർ മാഡത്തിനൊരു നന്ദിയോടെ പറയണേ. വളരെ നന്നായിരുന്നു. മുഖം കാണിക്കണോ? ക്ലാസ് എടുക്കുമ്പോ മാത്രം കാണിച്ചാ പോരാ. ശരി. അപ്പൊ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം വളരെ ഡെപ്തായിട്ട് പോയിട്ടുണ്ട്. സരസമായിട്ടാണ് കാണുന്നത് കേട്ടോ. സരസമായിട്ടുണ്ടായിരുന്നെ. വളരെ നന്നായിരുന്നു അത്. വളരെ എനിക്കെന്ന് പല കാര്യങ്ങളും മനസ്സിലാക്കാനും ഓർമ്മപ്പെടുത്താനും പറ്റിയത്. ഞാൻ പഠിച്ചുകൊണ്ടാണെങ്കിലും പലതും ഓർക്കാൻ എനിക്ക് സാധിക്കും എന്നുള്ളതാണ്.
ഓക്കെ, താങ്ക്സ് സർ, താങ്ക്സ്. നന്ദി സേഠ് സാറേ. സാറ് വന്നല്ല അതില് ഭയങ്കര സന്തോഷോട്ടാ. ഇസ്മയിൽ സാറ് സേഠ് സാറ് വന്നതില് വളരെയധികം സന്തോഷം. എന്തായാലും ഡോക്ടർ വന്നു. അതെ 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 അതെ. ചേട്ട ഡാക്ടർ പ്രത്യക്ഷപ്പെട്ടപ്പോ ഞാൻ പ്രത്യക്ഷപ്പെടാതിരിക്കുന്നത് ശരിയല്ലല്ലോ. ഞങ്ങൾ അങ്ങനെ ആയിരുന്നു കോളേജിലൊക്കെ. കോളേജിൽ നിങ്ങൾ അങ്ങനെ ആയിരുന്നു. വെരി ഗ്രേറ്റ് ക്ലാസ്, വെരി 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 ഗ്രേറ്റ് ആയിരുന്നു. വളരെ വളരെ നന്നായിട്ടാണ് പ്രസന്റ് ചെയ്തത്. അങ്ങനെ പ്രസന്റേഷൻ അടുത്ത കാലത്ത് ഞാൻ കേട്ടിട്ടില്ല. വളരെ സ്ഥലത്തായിട്ട് പ്രസന്റ് ചെയ്തു, വളരെ നന്നായിട്ട് പ്രസന്റ് ചെയ്തു. എല്ലാവർക്കും ഒരു കുട്ടികളെ പഠിപ്പിക്കുന്ന പോലെ തന്നെ തോന്നിയുള്ളൂ. ഒരു 4ാം ക്ലാസ് പിള്ളേരെ പഠിപ്പിക്കുന്ന രീതിയിലാണ് നിങ്ങൾ പഠിപ്പിച്ചത് കേട്ടോ. അങ്ങനെ വേണ്ട എല്ലാ ക്ലാസ്സുകളും. വെരി ഗ്രേറ്റ്. താങ്ക്സ് സർ, താങ്ക്സ്. വളരെയധികം നന്ദി സന്തോഷം. സേഠ് സാറേ. വളരെ സന്തോഷമായിട്ട് തന്നെ നമ്മുടെ ഈ ക്ലാസ് അവസാനിക്കാൻ ഇടയായി. സേഠ് സാറും എല്ലാവരും വന്നു. പിന്നെ ഏതായാലും ജോളി ഡോക്ടറുടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് സാർ. ഡോക്ടർ ഡെപ്ത് പോയി അത്ര ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമുക്ക് ക്ലാസ് എടുക്കുന്നത്. ഒരു കൊച്ചു കുട്ടിക്ക് പോലും മനസ്സിലാക്കാവുന്ന രീതിയിലുള്ള ഒരു ക്ലാസ് എടുപ്പാണ് ജോളി ഡോക്ടറുടെ. എത്രയോ വലിയ വലിയ ഒരു അനുഗ്രഹമാണ് ജോളി ഡോക്ടർ ഞങ്ങൾക്ക് ചെയ്തു തരുന്നത്. കാരണം ഇതൊക്കെ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന പോലെ തന്നെയാണ് നമുക്കിപ്പോൾ ഇരിക്കുന്നത്. പഴയ കാലത്തെ ഓർമ്മകളെല്ലാം ഒന്നും കൂടെ സേഠ് സാറ് പറഞ്ഞ പോലെ ഒന്നും കൂടെ പുതുക്കാനും. ഏതായാലും എത്രയും വേഗം ഇതിന്റെ ബാക്കിയുമായി പാരാതൈറോയിഡിസമേ ആയിട്ടുള്ളൂ, ഇനി ഹൈപ്പറുമായിട്ടും വരണം. എത്രയും വേഗം അടുത്ത ക്ലാസ്സുമായിട്ട് വരണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ ഇന്നത്തെ ഈ സൂം വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നമ്മുടെ 1985 പ്രതിദിന സൂം വെബിനാർ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി. താങ്ക്സ്. താങ്ക്സ് മാം. മാഡത്തിനും ശുഭരാത്രി. സാർ